എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് വേരിയസ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ നടത്തുന്ന ജൂനിയർ അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ക്ലർക്ക് അല്ലെ അസിസ്റ്റൻറ്റ് മാനേജേഴ്സ് തുടങ്ങിയ പോസ്റ്റിലേക്കുള്ള എക്സാമിൻ്റെ PYQ ഡിസ്കഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ ഫാക്ട്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. KFC അസിസ്റ്റൻറ്റിൻ്റെ സെയിം സിലബസ് തന്നെയാണ് നമുക്ക് ഏതിനും വന്നേക്കുന്നത്, ഈ ഒരു എക്സാമിനും വന്നേക്കുന്നത്. അപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അസസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാലോ 10 മൊഡ്യൂളുണ്ട്. ഏത് മൊഡ്യൂളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്, ആ മൊഡ്യൂളിൽ തന്നെ പല സെക്ഷൻസ് ഉണ്ടല്ലോ, ഏത് സെക്ഷനിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് നമ്മൾ കടന്നു എന്നാണ്. പിന്നെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കുക, ദെൻ അതിൻ്റെ ഓരോ ഓപ്ഷൻസ് എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. When a sole proprietor decide to use a same bank account for his business as well as personal affairs, dash accounting principle is violated. ഏത് ഭാഗത്തു ഏത് മൊഡ്യൂളിൽ നിന്ന് വന്നേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഏരിയാസിൽ നിന്ന് വന്നേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്, ഒരു സോൾ പ്രൊപ്രൈറ്റർ അയാളുടെ ബിസിനസ് പർപ്പസിനും അതുപോലെ തന്നെ അയാളുടെ പേഴ്സണൽ പർപ്പസിനും വേണ്ടി അയാളുടെ സെയിം ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. അങ്ങനെയാണെന്നെങ്കിൽ ഏത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആണ് അവിടെ വയലേറ്റ് ചെയ്തേക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് വന്നേക്കുന്നത് എന്താണ്, ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്, ഗോയിങ് കൺസേൺ. രണ്ടാമത്തെ ഓപ്ഷൻസ് എൻറ്റിറ്റി, മൂന്നാമത്തേത് ഒബ്ജക്റ്റിവിറ്റി, നാലാമത്തെ എന്താണ്, മെറ്റീരിയാലിറ്റി. അപ്പോൾ ഈ 4 ഓപ്ഷൻസ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നോക്കിയേ, ഫസ്റ്റ് ആണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. എന്താ ഈ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഒരു ടേം അങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ പ്രിൻസിപ്പിളുമായിട്ട് അതിനെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് ആ ടേം, ഇൻഡെഫിനിറ്റ് ലൈഫ് എന്ന് നമ്മൾ ഓർക്കുക. അത് വെച്ചാൽ അത് ഏത് പ്രിൻസിപ്പിളാണ്, ഗോയിങ് കൺസേൺ എന്നാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു ബിസിനസ് യൂണിറ്റിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല, അതേപോലെ വാസ്റ്റ് ആയിട്ട് വൈഡ് ആയിട്ട് കിടക്കുക, ഇൻഡെഫിനിറ്റ് ലൈഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെവർ എൻഡിങ് ആണ്. ആ ബിസിനസ് ഓർഗനൈസേഷൻ റണ്ണിങ് കണ്ടിന്യൂ ചെയ്യുന്നിടം വരെയും ആ ഓർഗനൈസേഷന്റെ ലൈഫ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, നിലനിന്നിട്ടുണ്ടായിരിക്കും. അത് പ്രതിപാദിക്കുന്ന പ്രിൻസിപ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്, ഗോയിങ് കൺസേൺ പ്രിൻസിപ്പിൾ. ഗോയിങ് കൺസേൺ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഓർക്കേണ്ട വാക്ക് എന്താണ്, ഇൻഡെഫിനിറ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു വാക്കാണ് ഓർക്കേണ്ടത്. വിൽ കണ്ടിന്യൂ റണ്ണിങ് ഇറ്റ്സ് ഓപ്പറേഷൻസ് ഫോർ ഫ്യൂച്ചബിൾ ഇവന്റ്സ് വരെ ആ ഓർഗനൈസേഷന്റെ പ്രോസസ്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കണ്ടിന്യൂ ചെയ്ത് പോകും. ആ പ്രിൻസിപ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്, ഗോയിങ് കൺസേൺ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെയാണ് എന്തെന്ന് പറയുന്നത്, എൻറ്റിറ്റി എന്ന് പറയുന്നത്. എന്തോ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഈ പ്രിൻസിപ്പിളിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് സെപ്പറേറ്റ്ലി എങ്ങനെ റെക്കോർഡ് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യണം. ബിസിനസ് ഓർഗനൈസേഷന്റെ ട്രാൻസാക്ഷൻ സെപ്പറേറ്റ്, ആ ഓണറിന്റെ പേഴ്സണൽ ട്രാൻസാക്ഷൻസ് സെപ്പറേറ്റ് ആയിട്ട് വേണം റെക്കോർഡ് ചെയ്യാൻ. ഒരിക്കലും അതിനെ എന്ത് ചെയ്യാൻ പാടില്ല, കമ്പൈൻ ചെയ്യാൻ പാടില്ല. അത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് പ്രിൻസിപ്പിളിനെയാണ് വയലേറ്റ് ചെയ്യുന്നത്, എൻറ്റിറ്റി പ്രിൻസിപ്പിളിനെയാണ് വയലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ വയലേറ്റ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആ ബിസിനസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഡിസ്റ്റന്റ് ആണ്, അതിന്റെ സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ്. ഒരിക്കലും അതിനെ എന്ത് ചെയ്യാൻ പാടില്ല, കമ്പൈൻ ചെയ്യാൻ പാടില്ല. ആ ഒരു പ്രിൻസിപ്പിളാണ് എന്തെന്ന് പറയുന്നത്, എൻറ്റിറ്റി പ്രിൻസിപ്പിൾ. അപ്പോൾ എൻറ്റിറ്റി പ്രിൻസിപ്പിളിനകത്ത് എന്താ പറഞ്ഞിരിക്കുക, ബിസിനസ് യൂണിറ്റ് എന്താണ്, ദിസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി ആൻഡ് ഡിസ്റ്റന്റ് യൂണിറ്റ് ആയിട്ട് വേണം എന്തിനെ ട്രീറ്റ് ചെയ്യാൻ, ബിസിനസ് ഓർഗനൈസേഷനെ ട്രീറ്റ് ചെയ്യാൻ. ഒരിക്കലും അതിനെ എന്തുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പാടില്ല, ആ വ്യക്തിയുടെ പേഴ്സണൽ പർപ്പസുമായിട്ട് അതിനെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും അതിനെ മിങ്കിൾ ചെയ്യാൻ പാടില്ല എന്നാണ് ഏത് പ്രിൻസിപ്പിളിൽ പറയുന്നത്, എൻറ്റിറ്റി പ്രിൻസിപ്പിളിനകത്ത് പറയുന്നത്. ദെൻ അടുത്ത പ്രിൻസിപ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്, ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. എന്ത് ഈ ഒബ്ജക്റ്റിവിറ്റിക്ക് അത് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം, ഒബ്ജക്റ്റീവ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ എവിഡൻസ്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുന്നത് എവിഡൻസിന്റെ ബേസിസിലായിരിക്കണം. ഒരിക്കലും ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഒപ്പീനിയന്റെ ബേസിസിൽ ആവരുത്. എങ്ങനെയായിരിക്കണം, എവിഡൻസിന്റെ ബേസിസിലായിരിക്കണം. അതുപോലെ തന്നെ ഫ്രീ ഫ്രം പേഴ്സണൽ ബയാസും ആയിരിക്കണം. ആ ഒരു പ്രിൻസിപ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്, ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. ലാസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത്.
ഇവിടെ എല്ലാ മെറ്റീരിയൽ ഐറ്റംസും റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? പ്രോപ്പർലി ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് വേണം പ്രോപ്പറായിട്ട് വേണം എന്ത് ചെയ്യാൻ? മെറ്റീരിയൽ ഐറ്റത്തെ എന്ത് ചെയ്യാൻ? റെക്കോർഡ് ചെയ്യാൻ. അത് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? മെറ്റീരിയാലിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിയേ, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻസ് എന്താണ്? ഗോയിങ് കൺസേൺ. എന്തോ ഗോയിങ് കൺസേൺ നമ്മൾ പറഞ്ഞത് ബിസിനസ് യൂണിറ്റിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫിനിറ്റ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ലൈഫ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. അതാണ് എന്തെന്ന് പറയുന്നത്? ഏത് പ്രിൻസിപ്പിളിൽ പറയുന്നത്? ഗോയിങ് കൺസേൺ എന്ന് പറയുന്ന പ്രിൻസിപ്പിളിനകത്ത് പറയുന്നത്. ദെൻ എൻറ്റിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ബിസിനസിന്റെ ആക്ടിവിറ്റീസ് എല്ലാം സെപ്പറേറ്റ്, ഓണറിന്റെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. അവിടെ ബിസിനസ് യൂണിറ്റ് ഈസ് ഡിസ്റ്റന്റ് യൂണിറ്റ് ആൻഡ് സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അവിടെ ഫോളോ ചെയ്യാൻ. ആ പ്രിൻസിപ്പിളിനെയാണ് എന്തെന്ന് പറയുന്നത്? എൻറ്റിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദെൻ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നത് ഏത് നേച്ചറിൽ വേണം? ഒബ്ജക്റ്റീവ് നേച്ചറിൽ വേണം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ എവിഡൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. ഒരിക്കലും എന്താവരുത്? ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഒപ്പീനിയൻ ഡിപ്പെൻഡ് ചെയ്താവരുത്. അതിൽ ഫ്രീ ഫ്രം ബയാസ് നേച്ചറിലും ആയിരിക്കണം. ആ പ്രിൻസിപ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. ദെൻ മെറ്റീരിയാലിറ്റിക്ക് അത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൾ മെറ്റീരിയൽ ഐറ്റം ഷുഡ് ബി റെക്കോർഡഡ് പ്രോപ്പറായിട്ട് വേണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് എല്ലാ മെറ്റീരിയൽ ഐറ്റംസും എന്ത് ചെയ്യാൻ? റെക്കോർഡ് ചെയ്യാൻ. ആ പ്രിൻസിപ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഏത് പ്രിൻസിപ്പിളിനെയാണ് ഈ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്? വയലേറ്റ് ചെയ്ത കാര്യം പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു സോൾ പ്രൊപ്രൈറ്റർ അയാളുടെ ബിസിനസ് പർപ്പസും പേഴ്സണൽ പർപ്പസിന് വേണ്ടി സെയിം ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിലെ ഏത് പ്രിൻസിപ്പിളാണ് വയലേറ്റ് ചെയ്തേക്കുന്നത്? എൻറ്റിറ്റി പ്രിൻസിപ്പിൾ ആണ് വയലേറ്റ് ചെയ്തേക്കുന്നത്. എന്താ എൻറ്റിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചത്? ബിസിനസ് യൂണിറ്റ് ഡിസ്റ്റന്റ് ആണ്, സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ്. ഒരിക്കലും അതിനെ എന്തായിട്ട് മിങ്കിൾ ചെയ്യാൻ പാടില്ല? പേഴ്സണൽ പർപ്പസുമായിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു ആക്ടിവിറ്റീസുമായിട്ടോ അതിനെ എന്ത് ചെയ്യാൻ പാടില്ല? മിങ്കിൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ വന്നാൽ ഏത് പ്രിൻസിപ്പിളാണ് അവിടെ വയലേറ്റ് ചെയ്തേക്കുന്നത്? എൻറ്റിറ്റി പ്രിൻസിപ്പിൾ ആണ് അവിടെ എന്ത് ചെയ്തേക്കുന്നത്? വയലേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി, എൻറ്റിറ്റി ആണ് കറക്റ്റ് ആൻസർ. ദെൻ രണ്ടാമത്തെ നോക്കിയേ, ഇന്ത്യൻ കമ്പനീസ് അവരുടെ അക്കൗണ്ട്സുകൾ ഏതിന്റെ ബേസിസിലാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഡാഷ് ഓൺ ദ ബേസിസ് ഓഫ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് ഫോളോഡഡ് ബൈ ഇന്ത്യൻ കമ്പനി. ഒന്നാമത്തെ ഓപ്ഷൻസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ക്യാഷിന്റെ ബേസിസിൽ, 2 അക്രൂവലിന്റെ ബേസിസിൽ, 3 അക്രൂവലിന്റെയും ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെയും ബേസിസിൽ, 4 പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡബിൾ എൻട്രി സിസ്റ്റം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത് നോക്കിയേ, ക്യാഷ് ബേസ്. ഈ ക്യാഷ് ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ ട്രാൻസാക്ഷൻസ് ഒക്കെ ഏതിന്റെ ബേസ് ആയിരിക്കണം? വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡിന്റെ ബേസിസിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ബേസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ ക്യാഷ് ബേസ് എന്ന് പറയുന്നത്. ഒരു സ്മോൾ കമ്പനീസ് അല്ലെങ്കിൽ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അങ്ങനെയൊക്കെയുള്ള കമ്പനീസ് അവരുടെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ കുറച്ച് ട്രാൻസാക്ഷനെ കാണത്തുള്ളൂ. അതുപോലെ അവരുടെ ട്രാൻസാക്ഷന്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ നേച്ചർ ആയിരിക്കും. അതിൽ ലിമിറ്റഡ് ഇൻവെന്ററീസ് ഉള്ള കമ്പനീസുകളായിരിക്കും ആരെ? ഈ സ്മോൾ കമ്പനീസും സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്ന കമ്പനീസും ഒക്കെ. അങ്ങനെയൊക്കെയുള്ള കമ്പനീസ് ആണെങ്കിൽ അവരുടെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏതിന്റെ ബേസിസിലായിരിക്കും? ക്യാഷ് എന്ന് പറയുന്ന ബേസിസിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. എന്നാൽ അക്രൂവൽ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിഗാർഡ്ലെസ് ക്യാഷ് ഫ്ലോയെ റിഗാർഡ് ചെയ്തുകൊണ്ട് അവിടെ എക്സ്പെൻസിന്റെയും അതുപോലെ തന്നെ റവന്യൂസിന്റെയും ബേസിസിലാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഫോളോ ചെയ്യുന്ന ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്രൂവൽ ബേസ് ആണ്. ഇതെന്ന് പറയുന്നത് ലാർജ് കമ്പനീസും അതുപോലെ പബ്ലിക്കലി കോർപ്പറേറ്റഡ് ആയിട്ട് വരുന്ന കമ്പനീസും ഒക്കെയാണ് ഏത് ബേസ് ഫോളോ ചെയ്യുന്നത്? അക്രൂവൽ ബേസ് ഫോളോ ചെയ്യുന്നത്. കാരണം അവർക്ക് ഇൻവെന്ററീസ് കൂടുതലായിരിക്കും, അവരുടെ ട്രാൻസാക്ഷൻ കോംപ്ലക്സ് ട്രാൻസാക്ഷൻ ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏതിന്റെ ബേസിസിലായിരിക്കും? അക്രൂവൽ എന്ന് പറയുന്നതിന്റെ ബേസിസിലായിരിക്കും. ദെൻ എന്താണ് ഈ ഡബിൾ എൻട്രി എന്ന് പറഞ്ഞാൽ? ട്രാൻസാക്ഷൻസിന്റെ കേസസിൽ എവറി ട്രാൻസാക്ഷൻ, ഓരോ ട്രാൻസാക്ഷൻസിനും എന്തുണ്ടായിരിക്കും? ഡ്യുവൽ ഇഫക്ട്സുകൾ ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ് ഡ്യുവൽ ഇഫക്ട്സുകൾ? ഡെബിറ്റും ക്രെഡിറ്റും എന്ന് പറയുന്ന 2 ഡ്യുവൽ ഇഫക്ട്സിന്റെ ബേസിസിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്? ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അവിടെ ഫോളോ ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? അസറ്റ് ഈസ് ഈക്വൽ ലയബിലിറ്റി പ്ലസ് ഇക്വിറ്റി എന്ന് പറയുന്ന അക്കൗണ്ടിങ് ഇക്വേഷൻസ് ആയിരിക്കും നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2030യും
അതുപോലെ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡും പ്രകാരം ഇന്ത്യൻ കമ്പനീസ് മാൻഡേറ്ററി ആയിട്ട് അവരെ അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് 2 കോൺസെപ്റ്റിന്റെ ബേസിസിലായിരിക്കണം. ഒന്ന് അക്രൂവൽ ബേസിസിന്റെയും 2 ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെയും ബേസിസിലായിരിക്കണം. ഇത് ആ റൂൾ അവിടെ പ്രിസ്ക്രൈബ്ഡ് റൂളാണ്. ഏതൊക്കെ ആക്ട് പ്രകാരം? കമ്പനി ആക്ട് 2030 പ്രകാരവും അതുപോലെ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരവും ഇന്ത്യൻ കമ്പനി മാൻഡേറ്ററി ആയിട്ട് അവരുടെ അക്കൗണ്ട്സുകൾ റെക്കോർഡ് ചെയ്യേണ്ട ഏതിന്റെ ബേസിസിലായിരിക്കണം? അക്രൂവൽ ബേസിസിന്റെയും ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെയും ബേസിസിലായിരിക്കണം. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതായിരിക്കും വരുന്നത്? ഏതാണ് വരുന്നത്? സി ആണ് വരുന്നത്. കാരണം ഇന്ത്യൻ കമ്പനി എന്ന് എടുത്തു പറയുന്നുണ്ട്. അവർ ഫോളോ ചെയ്യേണ്ട ഇന്ത്യൻ കമ്പനി ആക്ട് പ്രകാരവും ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരവും ഇന്ത്യൻ കമ്പനി അവരുടെ അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അക്രൂവൽ ബേസിസിലും ഡബിൾ എൻട്രി സിസ്റ്റത്തിലും ആയിരിക്കും. ഇനി സ്മോൾ കമ്പനീസ് അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏതിന്റെ ബേസിസിലായിരിക്കും? ക്യാഷ് ബേസിസിലായിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇന്ത്യൻ കമ്പനീസ് എന്ന് സ്പെസിഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ഏതിന്റെ ബേസിസിലായിരിക്കും? അക്രൂവൽ ബേസിസിന്റെയും ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെയും ബേസിസിലായിരിക്കും. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ, ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി, അക്രൂവൽ ബേസ് ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുണ്ട് 17,600ഉം ക്ലോസിംഗ് സ്റ്റോക്ക് 10,560ഉം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1,83,040 തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാ ചോദിച്ചിരിക്കുന്നത്? പർച്ചേസിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇക്വേഷൻസ് ഡയറക്റ്റ് അറിയാവുന്നുണ്ടെങ്കിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൽ നിന്ന് പർച്ചേസിന്റെ വാല്യൂ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇക്വേഷൻസ് നോക്കിയേ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് എ പ്ലസ് പർച്ചേസ് എ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് എ മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് എന്താണ്? പർച്ചേസ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. ഈ ഒരു ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ ഒന്ന് മാറും. പർച്ചേസിനെ നമ്മൾ ഈക്വൽ സൈൻ ഇപ്പുറത്ത് കൊണ്ടുവന്നു. അപ്പൊ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായി മാറും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നൊരു ഇക്വേഷനിലേക്ക് മാറും. എന്ത് കണ്ടുപിടിക്കാൻ? പർച്ചേസ് കണ്ടുപിടിക്കാൻ. തന്നിട്ടുള്ള വാല്യൂസ് അതേപോലെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ വാല്യൂസ് 1,83,040ഉം അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യുക? ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക. 10,560 ആഡ് ചെയ്തു. ദെൻ എന്ത് മൈനസ് ചെയ്യുക? ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ആണ്? 1,76,000 ആണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്? പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ ഇക്വേഷനെ ഒന്ന് ഷഫിൾ ചെയ്ത് എഴുതുവാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് അതിന്റെ കൂടെ പർച്ചേസ് ആഡ് ചെയ്യുക, ദെൻ അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യുക. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ത് കണ്ടുപിടിക്കാനാണ്? പർച്ചേസ് കണ്ടുപിടിക്കാനാണ്. ആ ഇക്വേഷനെ ഒന്ന് അറേഞ്ച് ചെയ്തപ്പോൾ എങ്ങനെ വന്നു? പർച്ചേസ് ഈസ് ഈക്വൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നൊരു ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഇക്വേഷൻ അറിയാമായിരിക്കുമല്ലോ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അതിലെ പർച്ചേസ് കാണാൻ വേണ്ടി നമ്മൾ എന്താ എടുക്കണ്ടേ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് നമ്മൾ എഴുതി. ഇതിലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 1,83,040 പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂസ് തന്നേക്കുന്നത് എത്രയാണ്? 10,560 മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 17,600. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1,76,000. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? പർച്ചേസിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത്. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. Which of the following is true when respect of interest on capital of a partner? ഒരു പാർട്ട്ണറിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്നും ഏതാണ്
ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ ക്രെഡിറ്റ് ചെയ്യും, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുമെന്ന് പറയുന്നു. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്തേക്കുന്നതെന്ന് പറയുന്നു. ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത് എയ്തർ എ ഓർ ബി എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നത് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആവറേജ് ക്യാപിറ്റൽ ഓഫ് എ പാർട്ട്നേഴ്സിന്റെ ബേസിസിലാണ് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നു എന്നാണ് നാലാമത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓഫ് എ പാർട്ട്ണറുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിലെ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ആ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. നോക്കിയേ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ കേസ് നോക്കിയേ. ഒരു പാർട്ട്ണർഷിപ്പിനകത്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് എമൗണ്ട് പെയ്ഡ് ടു പാർട്ട്നേഴ്സ്, പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന എമൗണ്ട് ആണ്. എപ്പോഴാ? ഫോർ ദ ക്യാപിറ്റൽ ദേ കോൺട്രിബ്യൂട്ട് ടു ദ ബിസിനസ്. ബിസിനസ്സിലേക്ക് അവർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ പാർട്ട്ണറിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ട്രീറ്റഡ് ആസ് ആൻ എക്സ്പെൻസ് ഫോർ എ പാർട്ട്ണർഷിപ്പ് ബിഫോർ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ. പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിനെ നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഒരു എക്സ്പെൻസ് ആയിട്ടായിരിക്കും നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്? ട്രീറ്റ് ചെയ്യുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അതിന് സ്പെസിഫൈഡ് റേറ്റിന്റെ ബേസിസിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആൻഡ് ക്യാപിറ്റൽ ബാലൻസ് എന്നാണ് നമ്മളത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതാണ് എന്തെന്ന് പറയുക? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനിയും നമ്മുടെ ഓപ്ഷൻസ് വെച്ചിട്ട് ഒന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഈ പാർട്ട്ണർഷിപ്പിനകത്ത് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ, ഫിക്സഡ് കൊണ്ട് ഫ്ലക്ച്വേഷൻസും പറയുന്നുണ്ട്, ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് നമ്മൾ പാർട്ട്ണർഷിപ്പിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ വേർ ദ ക്യാപിറ്റൽ റിമെയിൻ കോൺസ്റ്റന്റ് ആൻഡ് ഫ്ലക്ച്വേഷൻസ് ആർ റെക്കോർഡഡ് ഇൻ സെപ്പറേറ്റ് കറണ്ട് അക്കൗണ്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. എങ്ങനെയാണ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്? ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ, ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽസ് റിമെയിൻ കോൺസ്റ്റന്റ് ആൻഡ് ഫ്ലക്ച്വേഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ടു സെപ്പറേറ്റ് കറണ്ട് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ എവിടെ ക്രെഡിറ്റ് ചെയ്യുന്നത്? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഒരു ക്യാപിറ്റൽ ബാലൻസ് ഉണ്ടല്ലോ, ആ ക്യാപിറ്റൽ ബാലൻസ് അവിടെ എന്താവുന്നുണ്ട്? ഇൻക്രീസ് ആവുന്നുണ്ട്. ഇത് ഏത് കേസാണ്? ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ കേസസിൽ. ഇനിയും രണ്ടാമത്തെ ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബേസിസിലാണെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും വരുന്നത്? കറണ്ട് അക്കൗണ്ട് അലോങ് സൈഡ് ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ക്രെഡിറ്റഡ് ടു പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. ഫിക്സഡ് അസറ്റ് ആണെന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിന്റെ ഏത് അക്കൗണ്ടിലാണ് അത് ക്രെഡിറ്റ് ചെയ്യുന്നത്? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അത് എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഏത് കണ്ടീഷൻ ആണെങ്കിൽ? ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും ക്രെഡിറ്റ് ചെയ്യുന്നത്? പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിലായിരിക്കും അത് എന്ത് ചെയ്യുന്നത്? ക്രെഡിറ്റ് ചെയ്യുന്നത്. വെൻ കോമൺ കറണ്ട് അക്കൗണ്ട് യൂസ് ചെയ്യുന്ന എന്തായിരിക്കും? ഡ്രോയിങ്സ് റെക്കോർഡ് ചെയ്യാനും ഇൻട്രസ്റ്റും പ്രോഫിറ്റ് ഷെയർസും ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയായിരിക്കും നമ്മൾ കറണ്ട് അക്കൗണ്ട്സ് എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. ഇനി ആവറേജ് ക്യാപിറ്റൽ ഓഫ് എ പാർട്ട്നേഴ്സിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. കാരണം നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതാണ് ആക്ച്വൽ ക്യാഷ് ബാലൻസിന്റെ ബേസിസിലായിരിക്കും. അതായത് പീരീഡ് സ്റ്റാർട്ട് ചെയ്തുമ്പോൾ തൊട്ടുള്ള ആക്ച്വൽ ക്യാഷ് ബാലൻസിന്റെ ബേസിസിലായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ ആവറേജ് ക്യാപിറ്റൽ എന്നൊരു കോൺസെപ്റ്റ് എവിടെ യൂസ് ചെയ്യത്തില്ല? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഫോളോ ചെയ്യത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ഏത് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ. രണ്ടാമത് ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. അതാണെന്നുണ്ടെങ്കിൽ എപ്പോഴായിരിക്കും? ഫ്ലക്ച്വേറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെയായിരിക്കും കറണ്ട് അക്കൗണ്ട് ആണ്. അപ്പൊ നമുക്ക് ഇന്ന ഫിക്സഡ് അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് എന്നുള്ള കാര്യം എടുത്ത് പറയുന്നില്ലാത്തത് കൊണ്ട് തന്നെ രണ്ട് സ്റ്റേറ്റ്മെന്റും ഇവിടെ എന്താണ്? ട്രൂ ആണ്. ഇനി ഫിക്സഡ് അല്ലെ ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതായിരിക്കണം എടുക്കേണ്ടത്? ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുക. ഇനി ഫ്ലക്ച്വേറ്റിംഗ് ആണ് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ അത് ഏത് എടുക്കാവും? സെക്കൻഡ് വേണം എടുക്കാം. ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും.
ഫ്ലക്ച്വേറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിലായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്ത് തന്നെയാണ്, സ്പെസിഫൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ 4ന്റെ കറക്റ്റ് ആൻസർ എയ്തർ എ ഓർ ബി, സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഏതാണ് വരുന്നത്, സി ആണ്, എയ്തർ എ ഓർ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റിന്റെ സമയത്ത് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് അക്വയർ ദ ഷെയർസ് ഓഫ് ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ്, അതായത് റിട്ടയർമെന്റിന്റെ സമയത്ത് ഓർഗനൈസേഷനിൽ നിന്ന് വിട്ടു പോകുന്ന പാർട്ട്നേഴ്സിന്റെ ഷെയർസ് ആ ഓർഗനൈസേഷനിൽ കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സ് ഏത് റേഷ്യോയിലാണ് അവരെ അക്വയർ ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് ഗെയിനിങ് റേഷ്യോ, ഓപ്ഷൻ ബി സാക്രിഫൈയിങ് റേഷ്യോ, ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോസ്, ഡി പറഞ്ഞിരിക്കുന്നത് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോസ്. റിട്ടയർമെന്റ് എന്ന് പറയുന്നുണ്ട്, വിട്ടുപോകുന്ന പാർട്ട്നേഴ്സിന്റെ ഷെയർസ് ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സ് ഏത് റേഷ്യോയിലാണ് അവർ അക്യൂർ ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. ഒന്നാമത്തെയാണ് എന്തെന്ന് പറയുന്നത് ഗെയിനിങ് റേഷ്യോ. എന്തോ ഗെയിനിങ് റേഷ്യോന്റെ കേസ് പറഞ്ഞിരിക്കുന്നത്, ഒരു പാർട്ട്ണർഷിപ്പിൽ നിന്നും ഒരു പാർട്ട്ണർ റിട്ടയർ ആയി കഴിഞ്ഞാൽ അവരുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആർക്കാ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അത് കോമൺ ആയിട്ടുള്ള കേസാണ്. അത് ഈ ഗെയിനിങ് റേഷ്യോയുടെ കേസസിലാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മൈനസ് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്ന ഇക്വേഷനിലായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പൊ ഗെയിനിങ് റേഷ്യോന്റെ ഇക്വേഷൻ എങ്ങനെ ആയിരിക്കും, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മൈനസ് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ഓരോ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സും അത് എന്ത് ചെയ്യുന്നത്, ഈക്വൽ ആയിട്ട് അത് അക്വയർ ചെയ്ത് പോകുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് സാക്രിഫൈയിങ് റേഷ്യോസ് എന്ന് പറയുന്നത്. എന്തോ അവിടെ പറഞ്ഞിരിക്കുന്നത്, അവിടുത്തെ ഇക്വേഷനകത്ത് കേസ് പറഞ്ഞിരിക്കുന്നത് ദ പ്രപ്പോർഷൻ ഇൻ വിച്ച് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ഇൻ എ ഫേമിനകത്തുള്ള ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സ് റെഡ്യൂസ് ദെയർ പ്രോഫിറ്റ് ഷെയർസ്, അവരവരുടെ പ്രോഫിറ്റ് ഷെയർസ് റെഡ്യൂസ് ചെയ്യും ടു അക്കോമഡേറ്റ് ന്യൂ പാർട്ട്നേഴ്സ്. പുതിയൊരു പാർട്ട്നേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സ് അവരുടെ റേഷ്യോസ് എന്താണ് അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയർ അവർ എന്ത് ചെയ്യും, റെഡ്യൂസ് ആണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തിൽ ചേഞ്ച് വരും, പ്രോഫിറ്റ് ഷെയർ റേഷ്യോസിൽ ചേഞ്ച് വരും. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, അത് ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ എന്നുള്ള ഇക്വേഷനിലാണ് സാക്രിഫൈയിങ് റേഷ്യോസ് എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്ത മൂന്നാമത്തെയാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോസ് എന്ന് പറയുന്നത്. എന്തോ ഈ ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ റിവൈസ്ഡ് ആണ്. എന്തിന്റെ റിവൈസ്ഡ് ഫോം ആണ്, ഡിസ്ട്രിബ്യൂഷൻ അറേഞ്ച്മെന്റ് ഓഫ് ഹൗ പാർട്ട്നേഴ്സ് ഇൻ എ ബിസിനസ് വിൽ ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഓർ ലോസ് ആഫ്റ്റർ ചേഞ്ചസ് ഇൻ പാർട്ട്ണർഷിപ്പ്. അതായത് പാർട്ട്ണർഷിപ്പ് ചേഞ്ച് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് എറൈസ് ചെയ്യുന്ന പ്രോഫിറ്റും അല്ലെങ്കിൽ എറൈസ് ചെയ്യുന്ന ലോസും അവരെന്ത് ചെയ്യുന്നു, എങ്ങനെ അവരത് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യുന്നു, അതാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു പുതിയ പാർട്ട്നേഴ്സിന്റെ അല്ലെങ്കിൽ ഒരു പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ആവുകയോ അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ റിട്ടയർ ആയി പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് പോകുന്ന പാർട്ട്നേഴ്സ് അവർക്ക് ഫ്യൂച്ചറിൽ കിട്ടാനുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അവർ ഷെയർ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോസ് എന്ന് പറയുന്നത്. അടുത്ത ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോസ് എന്ന് പറയുന്നത് എന്താണ്, ദ റേഷ്യോ വിച്ച് പാർട്ട്ണർ ഷെയർഡ് പ്രോഫിറ്റ് ബിഫോർ ദ റിട്ടയർമെന്റ്. റിട്ടയർമെന്റിന് മുമ്പ് തന്നെ പാർട്ട്നേഴ്സ് എന്ത് ചെയ്യാണ്, പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോസ് എന്ന് പറയും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, റിട്ടയർമെന്റിന്റെ സമയത്ത് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഓൾറെഡി ഔട്ട് ഗോയിങ് ആയിട്ട് പോകുന്ന പാർട്ട്നേഴ്സിന്റെ ഷെയർസ് അക്യൂർ ചെയ്യുന്നത് ഏത് റേഷ്യോയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കറക്റ്റ് ആൻസർ ഏതാണ്, ഗെയിനിങ് റേഷ്യോസ് ആണ് വരുന്നത്. ഗെയിനിങ് റേഷ്യോയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മൈനസ് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് അതായത് നമ്മുടെ ഏതൊക്കെയാണ് സിയും ഡിയും തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഗെയിനിങ് റേഷ്യോസ് എന്ന് പറയുന്നത്. ആ ഗെയിനിങ് റേഷ്യോസിന്റെ ബേസിസിലായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സ് എന്ത് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുന്നത്, അവർക്ക് റൈസ് ചെയ്യുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അവർ എന്ത് ചെയ്യുന്നത് ഷെയർ ചെയ്യുന്നത്. ഇതിന്റെ ബേസിസിലായിരിക്കും ഗെയിനിങ് റേഷ്യോ ആണ്. ആൻഡ് ഇക്വേഷൻ എന്താണ്, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മൈനസ് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്നുള്ള രീതിയിൽ. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്, 5ന്റെ കറക്റ്റ് ആൻസർ ഏതാണ്, ഓപ്ഷൻ എ ആണ് ഗെയിനിങ് റേഷ്യോ. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ.
In Tally accounting package, the voucher which is used to record the deposit of cash into bank account. ഇത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ഭാഗത്തു നിന്ന് വന്നേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ടാലി അക്കൗണ്ടിങ് പാക്കേജ്, ടാലി പ്രൈമും ഉണ്ട്, ERP ഉണ്ട്. അപ്പൊ അക്കൗണ്ടിങ് പാക്കേജിനകത്ത് ഒരു കമ്പനി അവരുടെ ഡെപ്പോസിറ്റഡ് ഇൻറ്റു ക്യാഷ് ഇൻറ്റു ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ആ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അവർ ഏത് അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്ന ജേണൽ വൗച്ചർ, ഓപ്ഷൻ ബി പറഞ്ഞേക്കുന്ന പേയ്മെന്റ് വൗച്ചർ, ഓപ്ഷൻ സി റെസിപ്റ്റ് വൗച്ചർ ആൻഡ് ഓപ്ഷൻ ഡി എന്താണ്? കോൺട്രാ വൗച്ചർ. അപ്പം നമ്മുടെ ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനകത്ത് ടാലി ERP9 അല്ലെങ്കിൽ ടാലി പ്രൈമിനകത്ത് മൊത്തം നമുക്ക് 10 അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ആണ് ഉള്ളത്. എത്രയാണ്? 10 അക്കൗണ്ടിങ് വൗച്ചേഴ്സും അതുപോലെ തന്നെ 10 അക്കൗണ്ടിങ് വൗച്ചേഴ്സ് വരുന്നുണ്ട്. അതുപോലെ 8 ഇൻവെന്ററി വൗച്ചേഴ്സ് ആണ് വരുന്നത്. അങ്ങനെ മൊത്തം നമുക്ക് 13 വൗച്ചേഴ്സ് ആണ് ടാലിക്കകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലെ 10 അക്കൗണ്ടിങ്ങും 8 എന്താണ്? ഇൻവെന്ററി വൗച്ചേഴ്സും ആണ്. അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്ന ഏത് ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആ 10 അക്കൗണ്ടിങ് വൗച്ചേഴ്സിനകത്തെ ഡെപ്പോസിറ്റഡ് ഇൻറ്റു ക്യാഷ് ആൻഡ് ഇൻറ്റു ബാങ്ക്, ക്യാഷിന്റെ കേസും ബാങ്കിന്റെ കേസും ഒരേപോലെ വന്നാൽ ഏത് വൗച്ചറിനകത്താണ് റെക്കോർഡ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് വന്നേക്കുന്നത് എന്താണ്? ജേണൽ വൗച്ചർ. ജേണൽ വൗച്ചറിന്റെ ഷോർട്ട് കീ ആണ് ഏതെന്ന് പറയുന്നത് F7 എന്ന് പറയും. ഈ ജേണൽ വൗച്ചർ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന ക്യാഷ് മൂവ്മെന്റ് അല്ലെങ്കിൽ ബാങ്കിന്റെ മൂവ്മെന്റ് അല്ലാതെ വരുന്ന ട്രാൻസാക്ഷൻ, അതായത് ക്യാഷ്, ബാങ്ക് ട്രാൻസാക്ഷൻസ്, റെസിപ്റ്റ് ട്രാൻസാക്ഷൻസ്, പർച്ചേസ് ട്രാൻസാക്ഷൻസ്, സെയിൽസ് ട്രാൻസാക്ഷൻസ്, പേയ്മെന്റ് ട്രാൻസാക്ഷൻസ്, ഇതൊക്കെ ഒഴിച്ചിട്ട് വരുന്ന ബാക്കി ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് വൗച്ചർ ആണ് ഏതെന്ന് പറയുന്നത് ജേണൽ. ഷോർട്ട് കീ ഏതാണ്? F7 എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അത് ഒഴിച്ചിട്ട് വരുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ഡിപ്രീസിയേഷൻസ്, അക്രൂവൽസ്, പ്രൊവിഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് വൗച്ചർ ആണ് ഏതെന്ന് പറയുന്നത് ജേണൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ നമുക്ക് എന്തൊക്കെയാണ്? പേയ്മെന്റ് വൗച്ചർ ആണ്. ഷോർട്ട് കീ ഏതാണ്? F5 ആണ് യൂസ് ചെയ്യുന്നത്. ഇതെന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? വിച്ച് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് പേയ്മെന്റ് മെയ്ഡ് ടു വെൻഡേഴ്സ് ഓർ ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ വെൻഡേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന പേയ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ് ഏത് വൗച്ചർ യൂസ് ചെയ്യുന്നത്? പേയ്മെന്റ് വൗച്ചർ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ റെന്റ് കൊടുത്തു, ജേണൽ എൻട്രി എങ്ങനെയാണ് പറയുന്നത്? റെന്റ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്നാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന പേയ്മെന്റ് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് വൗച്ചർ ആണ് ഏതെന്ന് പറയുന്നത് പേയ്മെന്റ് വൗച്ചർ എന്ന് പറയുന്നത്. ഷോർട്ട് കീ ഏതാണ്? F5 ആണ് ഷോർട്ട് കീ ആയിട്ട് വരുന്നത്. അടുത്ത് നമ്മുടെ ഓപ്ഷൻ തന്നിരിക്കുന്നതാണ് റെസിപ്റ്റ് വൗച്ചർ ആണ്. ഷോർട്ട് കീ എത്രയാണ്? F6 ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? പേയ്മെന്റിന് നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അത് പേയ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനാണെങ്കിൽ ഇത് റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിന്റെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വൗച്ചർ ആണ് എന്തെന്ന് പറയുന്നത്? റെസിപ്റ്റ് വൗച്ചർ. ഷോർട്ട് കീ എന്താണ്? F6 ആണ്. എക്സാമ്പിൾ പറയാം, കമ്മീഷൻ റിസീവ്ഡ്. ജേണൽ എൻട്രി എങ്ങനെ നമ്മൾ എടുക്കുന്നത്? ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു കമ്മീഷൻ റിസീവ്ഡ്. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? റെസിപ്റ്റ് വൗച്ചർ F5 എന്ന് പറയുന്ന ഷോർട്ട് കീ F6 എന്ന് പറയുന്ന ഷോർട്ട് കീ യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? കോൺട്രാ വൗച്ചർ. അതിന്റെ ഷോർട്ട് കീ ഏതാണ്? F4 ആണ്. കോൺട്രാ വൗച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷനകത്ത് ക്യാഷും ബാങ്കും ഒന്നിച്ച് വന്നാൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഏതെന്ന് പറഞ്ഞാൽ കോൺട്രാ വൗച്ചർ. ഷോർട്ട് കീ F4 എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാം, ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ്. അപ്പൊ രണ്ടിലും ബാങ്കും ക്യാഷും ഒന്നിച്ച് വന്നാൽ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏത് വൗച്ചറാണ്? കോൺട്രാ വൗച്ചറാണ്. ഷോർട്ട് കീ ഏതാണ് വരുന്നത്? F4 ആണ് ഷോർട്ട് കീ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡെപ്പോസിറ്റഡ് ഓഫ് ക്യാഷ് ഇൻ ടു ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് വൗച്ചർ ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഒന്നാമത്തെ എന്താണ്? ജേണൽ ആണ്. ഷോർട്ട് കീ ഏതാണ്? F7 ആണ് ഷോർട്ട് കീ ആയിട്ട് വരുന്നത്. ജേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പർച്ചേസ്, സെയിൽസ്, റെസിപ്റ്റ്, പേയ്മെന്റ്, അതുപോലെ ക്യാഷും ബാങ്കും ഒന്നിച്ച് വരുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ ഒഴിച്ചിട്ട് ബാക്കി വരുന്ന കാര്യങ്ങൾ, ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻസ്, ബാഡ് ഡെബ്റ്റ്, അക്രൂവൽസ്, ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ്, അതൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വൗച്ചർ ആണ് ഏതെന്ന് പറയുന്നത്? ജേണൽ എന്ന് പറയും. അടുത്ത ബി പറഞ്ഞിരിക്കുന്നത് എന്താണ്? പേയ്മെന്റ് വൗച്ചർ ആണ്. പേയ്മെന്റ് വൗച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? F5 ആണ് വരുന്നത്. അതെന്ന് പറഞ്ഞാൽ
പേയ്മെന്റ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസാക്ഷൻസ്. ഇപ്പൊ നമ്മൾ എന്താണ് റെന്റ് കൊടുത്തു, ജനറൽ എങ്ങനെ റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്, അത് റെക്കോർഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് പേയ്മെന്റ് വൗച്ചർ എന്ന് പറയും. റെസീപ്റ്റ് എന്ന് പറഞ്ഞാൽ F6 ആണ്, നമ്മുടെ കയ്യിലേക്ക് പൈസ വരുന്ന റെസീപ്റ്റ് ആണ്, ക്യാഷ് ഇങ്ങോട്ട് വരുന്നതിനാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. കമ്മീഷൻ കിട്ടി, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ റിസീവ്ഡ്, അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ് ഏത് യൂസ് ചെയ്യുന്നത് റെസീപ്റ്റ് വൗച്ചർ യൂസ് ചെയ്യുന്നത്. കോൺട്ര എന്ന് പറഞ്ഞാൽ എന്താണ് F4 ആണ് എന്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, ക്യാഷും ബാങ്കും ഒന്നിച്ചു വന്നു, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പൊ ക്യാഷും ബാങ്കും ഒന്നിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വൗച്ചർ ആണ് എന്ന് പറഞ്ഞാൽ കോൺട്രാ വൗച്ചർ. ഷോർട്ട് കീ എന്താണ് F4. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ഡെപ്പോസിറ്റ് ഓഫ് ക്യാഷ് ഇൻ ടു ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്തു. ജേണൽ എൻട്രി എങ്ങനെ ആയിരിക്കും വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പൊ രണ്ടും ക്യാഷും ബാങ്കും ഒന്നിച്ച് വന്നാൽ ഏത് ട്രാൻസാക്ഷൻ ആണ് റെക്കോർഡ് ചെയ്യേണ്ടത്, ഏത് വൗച്ചറിനകത്താണ് റെക്കോർഡ് ചെയ്യുന്നത് കോൺട്ര എന്ന് പറയുന്ന F4 ഷോർട്ട് കീ ആയിട്ട് വരുന്ന കോൺട്ര വൗച്ചറിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം 6ന്റെ കറക്റ്റ് ആൻസർ ഏതാണ് D ആണ് വരുന്നത്. ഇതാണ് 6ന്റെ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ D ഏതാണ് കോൺട്ര വൗച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, 7ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അസംഷൻ ഓഫ് വാൾട്ടേഴ്സ് മോഡൽ ഓഫ് ഡിവിഡൻഡ്? ഇത് ഏത് ഭാഗത്തു നിന്ന് വന്നേക്കുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് വന്നേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിലെ വാൾട്ടേഴ്സ് മോഡൽസ് ഉണ്ട്, ഡിവിഡൻഡിന്റെ മോഡൽസുകളുണ്ട്. അതിലെ വാൾട്ടേഴ്സ് മോഡൽസ് ഓഫ് ഡിവിഡൻഡിനകത്ത് അസംഷൻ അല്ലാതെ വരുന്നത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഒന്നാമത്തെ അസംഷൻ പറഞ്ഞിരിക്കുന്നത് ദ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് എ ഫേമും കോൺസ്റ്റന്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ഒരു ഫേമിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് എ ഫേം ആർ യൂസ്ഡ് യൂസിങ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് ആയിട്ട് യൂസ് ചെയ്യുന്നു. 3 പറഞ്ഞിരിക്കുന്നത് ഏണിങ്ങും ഡിവിഡൻഡും ചേഞ്ച് ചെയ്യുന്നില്ല. അതുപോലെ ഫേമിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ലോങ് ലൈഫ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലെ ചോദിച്ചേക്കുന്ന അസംഷൻ അല്ലാത്ത കോൺസെപ്റ്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാൾട്ടേഴ്സ് മോഡൽസ് ഓഫ് ഡിവിഡൻഡിന്റെ അസംഷൻസ് ഏതാണെന്ന് അറിഞ്ഞെങ്കിലേ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്താണ് അസംഷൻ എന്ന് പറഞ്ഞാൽ വാൾട്ടേഴ്സ് മോഡൽ ആരാണ് ഈ കോൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തത് ജെയിംസ് സി വാൾട്ടർ എന്ന് പറയുന്ന ആളാണ് പ്രപ്പോസ് ചെയ്തേക്കുന്നത്. ഏതിന്റെ ബേസിസിലാണ് ഓൺ ദ ബേസിസ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫേംസ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, ഫേമിന്റെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിനോട്ട് ചെയ്യുന്നത് R-ഉം അതുപോലെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കെയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെൻഷൻ ചെയ്യുന്ന ഡിവിഡൻഡിന്റെ തിയറിയാണ് എന്ന് പറയുന്ന വാൾട്ടേഴ്സ് മോഡൽ എന്ന് പറയുന്നത്. ഒരു ഫേമിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും അതുപോലെ തന്നെ ഫേംസിന്റെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇതിന്റെ ഒരു ബേസിക് എയിം എന്ന് പറഞ്ഞാൽ എന്താണ് ദ ഡിവിഡൻഡ് പോളിസി ഹെൽപ് ടു മാക്സിമൈസ് ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ, ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഏത് ഡിവിഡൻഡ് തിയറി ഫോളോ ചെയ്യുന്നത് വാൾട്ടേഴ്സ് ഡിവിഡൻഡ് തിയറി ഫോളോ ചെയ്യുന്നത്. ഈ തിയറിയുടെ അസംഷൻസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ അസംഷൻസ് പറഞ്ഞിരിക്കുന്നത് റിട്ടേൺ ഏർണിംഗ്സ് ആർ ഓൺലി സോഴ്സസ് ഓഫ് ഫിനാൻസിങ് ഇൻവെസ്റ്റഡ് ഇൻ എ ഫേം, ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫിനാൻസ് ഇൻവോൾവ്ഡ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിനകത്ത് അവരെ എക്സ്റ്റേണൽ ഫിനാൻസ് അല്ല യൂസ് ചെയ്യുന്നത്, പകരം ഏത് ഫിനാൻസാണ് യൂസ് ചെയ്യുന്നത് പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ റീറ്റെയിൻ ചെയ്യുന്ന പ്രോഫിറ്റ് ആണ്. ഒരു എമർജൻസി മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന റിസർവ് പോലെ മാറ്റിവെക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അതാണ് റിട്ടേൺ ഏർണിംഗ്സ് എന്ന് പറയുന്നത്. ആ റിട്ടേൺ ഏർണിംഗ്സ് ആണ് അവരുടെ എന്തെന്ന് പറയുന്നത് ഓൺലി സോഴ്സ് ഓഫ് ഫിനാൻസിങ് ഇൻവെസ്റ്റ് എന്ന് പറയുന്നത്. പകരം അവർ എന്ത് യൂസ് ചെയ്യുന്നില്ല, ഒരു തരത്തിലുള്ള എക്സ്റ്റേണൽ സോഴ്സും യൂസ് ചെയ്യുന്നില്ല എന്നാണ് ഒന്നാമത്തെ അസംഷൻ ഈ പറയുന്നത്. രണ്ടാമത്തെ അസംഷൻസ് പറഞ്ഞിരിക്കുന്നത് എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കെയും അതുപോലെ റേറ്റ് ഓഫ് റിട്ടേണും R-ഉം അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണല്ലോ ഈ വാൾട്ടേഴ്സ് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ കെയും R-ഉം എപ്പോഴും എങ്ങനെയായിരിക്കണം കോൺസ്റ്റന്റ് ആയിരിക്കണം എന്നാണ് രണ്ടാമത്തെ അസംഷൻ ഈ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ അസംഷൻ പറഞ്ഞിരിക്കുന്നത് EPS ഏർണിംഗ് പെർ ഷെയറും ഡിവിഡൻഡ് പെർ ഷെയറും ഉണ്ട്, DPS ഉണ്ട്, EPS ഉണ്ട്, DPS ഉണ്ട്. അത് എപ്പോഴും എന്തായിരിക്കണം കോൺസ്റ്റന്റ് ആയിരിക്കണം.
മൂന്നാമത്തെ അസംഷൻസ് പറഞ്ഞിരിക്കുന്നത് ഫേമിന് എന്തുണ്ടായിരിക്കണം, ഒരു പെർപ്പച്വൽ ലൈഫ്, ലോങ് ടൈം ലൈഫ് ഉണ്ടായിരിക്കണം. ദെൻ അടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു തരത്തിലുള്ള ടാക്സുകളോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ട്രാൻസാക്ഷൻ കോസ്റ്റുകളോ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഏതിന്റെ അസംഷനിൽ പറഞ്ഞിരിക്കുന്നത്, വോൾട്ടേഴ്സ് മോഡൽ ഓഫ് ഡിവിഡൻഡിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ അസംഷൻ ആണ്? ഒന്നാമത്തെ അസംഷൻ പറഞ്ഞിരിക്കുന്നത് റിട്ടേൺ ഏർണിങ്സ് അല്ലാതെ ഒരു തരത്തിലുള്ള എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഫണ്ട് അവർ ഫിനാൻസിങ്ങിന് വേണ്ടി യൂസ് ചെയ്യത്തില്ല. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ആറും കെയും, ആർ എന്ന് പറയുന്നതാണ് റേറ്റ് ഓഫ് ഇന്റേണൽ റിട്ടേണും അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും എന്തായിരിക്കും അവിടെ, കോൺസ്റ്റന്റ് ആയിരിക്കും. അടുത്ത മൂന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ഏർണിംഗ് പെർ ഷെയറും ഡിവിഡൻഡ് പെർ ഷെയറും EPSഉം DPSഉം അവിടെ എന്താണ്, കോൺസ്റ്റന്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഫേമിന് എന്തുണ്ടായിരിക്കും, ഒരു പെർപ്പച്വൽ ലൈഫ് ഉണ്ടായിരിക്കും. ഒരു തരത്തിലുള്ള ട്രാൻസാക്ഷൻ കോസ്റ്റോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ടാക്സുകളോ ഇല്ല, നില്ലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് അസംഷൻ? അത് വോൾട്ടേഴ്സിന്റെ അസംഷൻ അത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഏതാണ്, ആറും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കെയും അവിടെ എന്താണ്, കോൺസ്റ്റന്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്, അതെന്താണ്, കറക്റ്റ് ആയിട്ടുള്ള ഒരു അസംഷൻ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, അസംഷൻ അല്ലാതെ വരുന്നത് ഐഡന്റിഫൈ ചെയ്യാം. ഇനി അസംഷൻ കറക്റ്റ് അസംഷൻ ഐഡന്റിഫൈ ചെയ്യാനാണെങ്കിൽ ഒന്നാമത്തേതും കറക്റ്റ് ആണ്. ഇവിടെ നമ്മൾ നോട്ട് ആൻ അസംഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഫസ്റ്റ് ഇതാണ് അസംഷൻ ആണ്. അപ്പൊ അതെല്ലാം നമുക്ക് ആൻസർ എന്ന് പറയാം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ദ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് എ ഫേം ആർ ഫിനാൻസ്ഡ് യൂസിങ് എക്സ്റ്റേണൽ സോഴ്സ്. ഇവരവിടെ എക്സ്റ്റേണൽ സോഴ്സ് യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യം പഠിച്ച അസംഷൻ തന്നെ എന്താണ്, ഒരു തരത്തിലുള്ള എക്സ്റ്റേണൽ സോഴ്സുകളും അവർ ഫിനാൻസിങ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. പകരം അവർ എന്ത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, റീറ്റെയിൻ ഏർണിങ്സിനെ മാത്രമേ അവർ ഫിനാൻസിങ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു തരത്തിലുള്ള എക്സ്റ്റേണൽ സോഴ്സസും യൂസ് ചെയ്യുന്നില്ല എന്നാണ് അസംഷനിൽ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞേക്കുന്ന എക്സ്റ്റേണൽ സോഴ്സ് യൂസ് ചെയ്യുമെന്നാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, അസംഷൻ അല്ലാത്തത് ഐഡന്റിഫൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ ഏതായിരിക്കും വരുന്നത്, ബി ആണ് വരുന്നത്. നമുക്ക് രണ്ട് ഓപ്ഷനുകളുണ്ട്, അതുകൂടെ നോക്കാം. ദ ഏർണിംഗ് ആൻഡ് ഡിവിഡൻഡ് ഡസ് നോട്ട് ചേഞ്ച് വൈൽ ഡിറ്റർമൈനിങ് ദ വാല്യൂ. അതായത് ഏർണിംഗ് എന്ന് പറയുന്നത് ഏതാണ്, EPS, ഏർണിംഗ് പെർ ഷെയറും ഡിവിഡൻഡ് എന്ന് പറയുന്നതാണ് ഡിവിഡൻഡ് പെർ ഷെയറും തമ്മിൽ എന്താണ്, അത് എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അത് എന്ത് ചെയ്യുന്നില്ല, അവരുടെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നില്ല. വിച്ച് മീൻസ് എന്താണ്, അത് കോൺസ്റ്റന്റ് ആണ്. അതൊരു അസംഷൻ ആണ്. അതുപോലെ ഫേമിന് എങ്ങനെയാണ്, ലോങ് ലൈഫ് ടൈം എന്ന് വെച്ചാൽ പെർപ്പച്വൽ ലൈഫ് ഉണ്ട്. അപ്പൊ ഈ എയും സിയും ഡിയും എന്താണ്, ഈ വോൾട്ടേഴ്സ് മോഡലിന്റെ അസംഷൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന അസംഷൻ അല്ലാത്തത് ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. അത് ഏതാണ് വരുന്നത്, ഓപ്ഷൻ ബി ആണ്. ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, എക്സ്റ്റേണൽ സോഴ്സ് അവർ ഫിനാൻസിങ് ആയിട്ട് യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അസംഷനകത്ത് അവർ ഏത് യൂസ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്, റിട്ടേൺ ഏർണിങ്സ് യൂസ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏഴിന്റെ കറക്റ്റ് ആൻസർ ഏതാണ്, ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഏതാണ് വരുന്നത്, ഓപ്ഷൻ ബി. ദ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ ഫേംസ് ആർ ഫിനാൻസ്ഡ് യൂസിങ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഫണ്ട്. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിനകത്ത് ഫേമിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന വാക്ക് നോക്കുക. അതിൽ ഫേമിന്റെ വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് മാക്സിമം ആയിരിക്കും. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് എന്താണ്, മിനിമം ആയിരിക്കും. ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത് ലോ ആണ്. ആൻഡ് ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നത് നൺ ഓഫ് ദിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ നോക്കിയേ. ഒരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഒരു ഫേമിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, മാക്സിമം. അതിനൊരു പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. ഒപ്റ്റിമം എന്നൊരു വാക്കുണ്ടല്ലോ, അപ്പൊ അതിനർത്ഥം എന്താണ്, വാല്യൂ ഓഫ് എ ഫേം എന്ന് പറയുന്നത് എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. ഒരിക്കലും അത് എന്ത് വരത്തില്ല, മിനിമം വരത്തില്ല. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ സ്പെസിഫിക് മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഫിനാൻസിങ്. ഡെപ്റ്റിന്റെയും ഇക്വിറ്റിയുടെയും എന്താണ്, മിക്സഡ് ഫോമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതെന്താണ് മിനിമൈസ് ചെയ്യുന്നത്, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ മിനിമൈസ് ചെയ്യുന്നു. സൈമൾട്ടേനിയസ്ലി മാക്സിമൈസ് ഓവറോൾ മാർക്കറ്റ് വാല്യൂ ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. അപ്പോൾ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ആണെങ്കിൽ ഒരു ഫേമിന്റെ വാല്യൂ എന്തോന്നായിരിക്കും, മാക്സിമം ആയിരിക്കും. അവിടെ മിനിമൈസ് ചെയ്യുന്നത് ഏതേ ഉള്ളൂ, ഫേമിന്റെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണെങ്കിൽ മിനിമൈസ് ചെയ്യും. പക്ഷെ ഫേമിന്റെ വാല്യൂ അവിടെ എന്തോന്നായിരിക്കും വരുന്നത്, മാക്സിമം ആയിരിക്കും വരുന്നത്. അപ്പൊ എട്ടിന്റെ കറക്റ്റ് ആൻസർ ഏതാണ്, ഓപ്ഷൻ എ. ഏതാണ്, മാക്സിമം എന്നാണ് വന്നിരിക്കുന്നത്. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ കണ്ടാൽ തന്നെ നോക്കുക. ദെൻ വാല്യൂ ഓഫ് എ ഫേം ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, മാക്സിമം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്കായിരിക്കും വരുന്നത്. അപ്പൊ കറക്റ്റ് എട്ടിന്റെ കറക്റ്റ് ആൻസർ ഏതാണ്, ഓപ്ഷൻ എ ആണ് വരുന്നത്. ദെൻ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ഈസ് സ്റ്റോക്ക് സ്പ്ലിറ്റ്? എന്താണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയാം?
ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് എ പ്രോസസ് ബൈ വിച്ച് എ കമ്പനി ഇൻക്രീസ് ദ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്. ഒരു കമ്പനി അവരുടെ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്നാണ് ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് എ പ്രോസസ് ബൈ വിച്ച് എ കമ്പനി ഡിക്രീസ് ഇറ്റ്സ് നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്. മറ്റേത് ഇൻക്രീസ് ആണ് ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് കമ്പനീസിന്റെ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസിന്റെ എണ്ണം അവർ കുറയ്ക്കുന്നതിനെയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. സി പറഞ്ഞിരിക്കുന്നത് ദ പ്രോസസ് ബൈ വിച്ച് എ കമ്പനി ചേഞ്ചസ് ഇറ്റ് ഡിവിഡൻഡ് പോളിസി. കമ്പനി അവരുടെ ഡിവിഡൻഡ് പോളിസി ചേഞ്ച് ചെയ്യുന്നതിനെയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നത് നൺ ഓഫ് ദ എബോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് ഒരു പ്രത്യേകിച്ച് ഡിവിഷൻ ഒരു എക്സ്പ്ലനേഷൻ സ്പ്ലിറ്റ്. അപ്പൊ അവന്റെ വാല്യൂസ് എന്ത് ചെയ്യാണ്, കൂടുവാണ് ചെയ്യുന്നത്. അപ്പൊ വാല്യൂസ് കൂട്ടിയാണ് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ദ കമ്പനി വിച്ച് ഇൻക്രീസ് ദ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്. ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസിന്റെ നമ്പേഴ്സ് കൂട്ടാൻ വേണ്ടി ബൈ ഡിവൈഡിങ് ഇറ്റ്സ് എക്സിസ്റ്റിംഗ് ഷെയർസ് ഇൻറ്റു മൾട്ടിപ്പിൾ ഷെയർസ്. ഓൾറെഡി അവരുടെ കയ്യിലുള്ള എക്സിസ്റ്റിംഗ് ഷെയർസിനെ അവർ മൾട്ടിപ്പിൾ ഷെയർസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് എന്ത് ഉദ്ദേശത്തിലാണ്, അവരുടെ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ഈ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയായിരിക്കും, നമ്മുടെ ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ പറ്റും. അത് കൂടുതൽ സ്റ്റോക്കിന്റെ എണ്ണം കൂട്ടി കാണിക്കാൻ നമ്മളെ സഹായിക്കും. അത് വെച്ച് ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യിപ്പിക്കുക എന്നൊക്കെ ഒരു അഡ്വാൻറ്റേജ് ഏതിനുണ്ട്, ഈ സ്റ്റോക്ക് സ്പ്ലിറ്റിനുണ്ട്. ഷെയർസിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ടോട്ടൽ വാല്യൂ, കമ്പനീസിന്റെ ടോട്ടൽ വാല്യൂസും ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റും അവിടെ എന്ത് തന്നെയായിരിക്കും, സെയിം ആയിരിക്കും. എവിടെ മാത്രമേ അഡ്ജസ്റ്റ്മെന്റ് വരത്തുള്ളൂ, പ്രൊപ്പോർഷണൽ ആയിട്ട് ഷെയർ പ്രൈസിൽ മാത്രമേ അവിടെ പ്രൊപ്പോർഷണൽ ആയിട്ട് എന്ത് വരത്തുള്ളൂ, അഡ്ജസ്റ്റ്മെന്റ് വരത്തുള്ളൂ. അപ്പൊ സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്നത്, എക്സിസ്റ്റിംഗ് ഷെയർസിനെ മൾട്ടിപ്പിൾ ഷെയർസ് ആയി ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ദ പ്രോസസ് ബൈ വിച്ച് കമ്പനി ഇൻക്രീസ് ഇറ്റ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസിനെ കമ്പനി എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യുകയാണ്. എങ്ങനെ, എക്സിസ്റ്റിംഗ് ഷെയർസിനെ മൾട്ടിപ്പിൾ ഷെയർസ് ആക്കി മാറ്റും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്, 9ന്റെ കറക്റ്റ് ആൻസർ ഏതാണ്, ഓപ്ഷൻ എ ആണ്. ദ പ്രോസസ് ബൈ വിച്ച് എ കമ്പനി ഇൻക്രീസ് ഇറ്റ്സ് നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ്. ഏതാണ് വരുന്നത്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. അടുത്ത ദിവസം നോക്കിയേ, ഡാഷ് അപ്രോച്ചസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിപ്പെൻഡ്സ് മോർ ഓൺ ഷോർട്ട് ടേം ഫണ്ട്. അതായത് ഏത് അപ്രോച്ചസ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് മോർ ഷോർട്ട് ടേം ഫണ്ട്സ് ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ് ഏത് അപ്രോച്ചസിനെയാണ് യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തെ അഗ്രസീവ് അപ്രോച്ചസ്, ബി കൺസർവേറ്റീവ് അപ്രോച്ചസ്, സി ഹെഡ്ജിങ് അപ്രോച്ചസ് ആൻഡ് ഡി ഓൾ ഓഫ് ദിസ്. അപ്പൊ ഈ ഓരോ അപ്രോച്ചസും എന്താണെന്ന് അറിഞ്ഞെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എന്താണ് ഈ അഗ്രസീവ് അപ്രോച്ചസ് എന്ന് പറഞ്ഞാൽ, അത് ഷോർട്ട് ടൈം ഫിനാൻസിങ് ആണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഷോർട്ട് ടൈം ഫിനാൻസിങ് എന്തൊക്കെയായിരിക്കും, ഷോർട്ട് ടൈം ലോണ്, ട്രേഡ് ക്രെഡിറ്റ് പോലെയുള്ള ഷോർട്ട് ടൈം ഫിനാൻസിങ് ടു മീറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി അവര് ഷോർട്ട് ടൈം വർക്കിംഗ് ക്യാപിറ്റൽ ഫോളോ ചെയ്യുന്ന അപ്രോച്ചസ് ആണ് അഗ്രസീവ് അപ്രോച്ചസ് എന്ന് പറയുന്നത്. ഇറ്റ് മിനിമൈസ്, എന്തിനെ മിനിമൈസ് ചെയ്യും, എന്തിന്റെ യൂസിനെ മിനിമൈസ് ചെയ്യുന്നത്, ലോങ് ടൈം ഫണ്ടിന്റെ യൂസേജ് മിനിമൈസ് ചെയ്തുകൊണ്ട് എന്ത് റെഡ്യൂസ് ചെയ്യുന്നു, കോസ്റ്റ് അവിടെ റെഡ്യൂസ് ചെയ്യുന്നു. പക്ഷെ അവിടെ ബട്ട് ഇൻക്രീസ് റിസ്ക് ഡ്യൂ ടു ദ നീഡ് ഫോർ ഫ്രീക്വന്റ് റീഫിനാൻസിങ്. അവിടെ ലോങ് ടൈം അല്ല യൂസ് ചെയ്യുന്നത്, ഷോർട്ട് ടൈം ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ഷോർട്ട് ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ വരാനുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഫ്രീക്വന്റ് ആയിട്ട് ഫണ്ടിനെ എന്ത് അല്ലെങ്കിൽ ഫിനാൻസിനെ എന്ത് ചെയ്യും, റീഫിനാൻസിങ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം കാലാവധി കുറവാണ്, ലോങ് ടൈം അല്ല യൂസ് ചെയ്യുന്നത്, ഷോർട്ട് ടൈം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അവർ ഫ്രീക്വന്റ് ആയിട്ട് റീഫിനാൻസിങ് ചെയ്യണം. അതുകൊണ്ട് അവിടെ ലിക്വിഡിറ്റി ഇഷ്യൂസസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്താണ് ഈ അഗ്രസീവ് അപ്രോച്ചസ് എന്ന് പറഞ്ഞാൽ, അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ നീഡ്സിന് വേണ്ടി അവർ ഏത് ഫണ്ടാണ് യൂസ് ചെയ്യുന്നത്, ഷോർട്ട് ടൈം ഫണ്ടുകളായിരിക്കും യൂസ് ചെയ്യുന്നത്. അവരവിടെ എന്തിനെ യൂസ് ചെയ്യുന്നില്ല, ലോങ് ടൈം ഫണ്ടിനെ യൂസ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ലോങ് ടൈം ഫണ്ടിന്റെ യൂസേജ് മിനിമൈസ് ചെയ്തുകൊണ്ട് കോസ്റ്റിനെ അവരവിടെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. എന്നാൽ വേറൊരു കോൺസെപ്റ്റ് നോക്കുമ്പോൾ ഈ ഷോർട്ട് ടൈം ഫണ്ട് യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ട് ആണ്. കാരണം എന്താണ്, ഫ്രീക്വന്റ് ആയിട്ട് അതിനെ റീഅറേഞ്ച് ചെയ്യണം, റീഫിനാൻസിങ് ചെയ്യുക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ട് പ്രോസസ് ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ലിക്വിഡിറ്റി ഇഷ്യൂസസ് ഫേസ് ചെയ്യേണ്ടി വരും. അതൊരു ലിമിറ്റേഷൻ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ അപ്രോച്ചസ് ആണ് എന്തെന്ന് പറയുന്നത്, കൺസർവേറ്റീവ് അപ്രോച്ചസ് എന്ന് പറയുന്നത്. എന്തോ കൺസർവേറ്റീവ് അപ്രോച്ചസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ അഗ്രസീവിനകത്ത് ഷോർട്ട് ടൈം ഫണ്ട്സുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ
അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഏതെന്ന് പറയുന്നത് കൺസർവേറ്റീവ് അപ്രോച്ചസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഏത് ഫണ്ട് ആയിരിക്കും യൂസ് ചെയ്യുന്നത്? ലോങ് ടൈം ഫണ്ട് അല്ലെങ്കിൽ ലോങ് ടൈം ഫിനാൻസിങ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കവർ ചെയ്യുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ കവർ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ റെഡ്യൂസിങ് റിസ്ക്, അവർക്ക് എന്ത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും? റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എന്തിന്റെ റിസ്ക് ആണ്? ലിക്വിഡിറ്റി ഇഷ്യൂസിന്റെ റിസ്ക്കും അതുപോലെ ഫ്രീക്വന്റ് ആയിട്ട് ഫണ്ട് അറേഞ്ച് ചെയ്യുന്ന ആ ഒരു റിസ്ക്കും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവോയ്ഡ് ചെയ്യാൻ പറ്റും. കാരണം അവർ യൂസ് ചെയ്യുന്ന ഫണ്ട് ഏത് നേച്ചറിൽ വരുന്ന ലോങ് ടൈം ഫിനാൻസിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ വരുന്നതാണ്. അങ്ങനെയുള്ള അപ്രോച്ചസ് ആണ് എന്ന് പറഞ്ഞാൽ കൺസർവേറ്റീവ് അപ്രോച്ചസ് എന്ന് പറയും. ദെൻ അടുത്ത ഹെഡ്ജിങ് അപ്രോച്ചസ് എന്ന് പറഞ്ഞാൽ അതിന് പറയുന്ന വേറെ പേര് എന്താണ്? മെച്യൂരിറ്റി മാച്ചിങ് അപ്രോച്ചസ് എന്നാണ് പറയുന്ന വേറൊരു പേര്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അലൈൻ ദ മെച്യൂരിറ്റി ഓഫ് ഫിനാൻസിങ് വിത്ത് ലൈഫ് ഓഫ് ആൻ അസറ്റ്. ഒരു അസറ്റിന്റെ ലൈഫും അതുപോലെ ആ ഫണ്ടിന്റെ മെച്യൂരിറ്റി വാല്യൂസും തമ്മിലുള്ള ഒരു അലൈൻമെന്റ്, അതാണ് എന്താ പറയുക? ഹെഡ്ജിങ് അപ്രോച്ച്. അതിനെയാണ് മെച്യൂരിറ്റി മാച്ചിങ് അപ്രോച്ചസ് എന്ന് പറയുന്നത്. അത് ഷോർട്ട് ടൈം ഫണ്ട്സ് ഫോർ കറണ്ട് അസറ്റ്, അത് ലോങ് ടൈം ഫണ്ട്സ് ഫോർ ഫിക്സ്ഡ് അസറ്റ്. അപ്പൊ ഇവരുടെ കോസ്റ്റിനെയും റിസ്കിനെയും ഇവരെന്ത് ചെയ്തുകൊണ്ട് പോവാണ്? ബാലൻസ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അത് ലൈഫ് ഓഫ് ആൻ അസറ്റും അതിന്റെ മെച്യൂരിറ്റിയും തമ്മിൽ ബാലൻസിൽ പോകുന്ന അപ്രോച്ചസ് ആണ് എന്തെന്ന് പറയുന്നത്? ഹെഡ്ജിങ് അപ്രോച്ചസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽസ് ഡിപ്പെൻഡ് ചെയ്യുന്നു എങ്ങനത്തെ ഫണ്ടിനെയാണ്? ഷോർട്ട് ടൈം ഫണ്ടാണ്. അപ്പൊ അഗ്രസീവ് അപ്രോച്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് ടൈം ഫണ്ടാണ് ഏതിൽ വരുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കൺസർവേറ്റീവ് അപ്രോച്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തായിരിക്കും? ലോങ് ടൈം ഫണ്ടിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഹെഡ്ജിങ് അപ്രോച്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെച്യൂരിറ്റിയും അതുപോലെ ലൈഫ് ഓഫ് ആൻ അസറ്റും ബാലൻസ് ചെയ്ത് പോയാൽ അതെന്താണ്? ഹെഡ്ജിങ് അപ്രോച്ചസ് ആണ്. നമ്മൾ എടുത്ത് പറയുന്നുണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതിനെയാണ്? ഷോർട്ട് ടൈം ഫണ്ട്സിനെ എന്ന് എടുത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അത് അപ്രോച്ചസ് ആണ്, അത് അഗ്രസീവ് അപ്രോച്ചസ് ആണ്. ലോങ് ടൈം ഫണ്ട് ആണെങ്കിൽ അത് എന്തായിരിക്കും? കൺസർവേറ്റീവ് അപ്രോച്ചസ് ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? 10ന്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ. ഏതാണ്? അഗ്രസീവ് അപ്രോച്ചസ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ. ഏതെന്ന് പറയുന്നത്? അഗ്രസീവ് അപ്രോച്ചസ് എന്ന് പറയുന്നത്. ദെൻ 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് കറണ്ട് റേഷ്യോ? കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫോർമുല. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണൊക്കെ വിചാരിക്കും, പക്ഷെ നമുക്ക് ഓപ്ഷൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ഒന്ന് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാനുള്ള ചാൻസും കൂടുതലാണ്. കറണ്ട് റേഷ്യോയുടെ ഇക്വേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് എന്നാണ് ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് കറണ്ട് ലൈബിലിറ്റി ഡിവൈഡഡ് ബൈ കറണ്ട് അസറ്റ്. ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് അസറ്റ്. ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നത് കറണ്ട് അസറ്റ് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ കറണ്ട് റേഷ്യോ എന്ന് നമുക്ക് നോക്കണം. എന്താ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ? ഒരു ലിക്വിഡിറ്റി റേഷ്യോസ് ആണ്. നമുക്കറിയാം ഷോർട്ട് ടൈം അല്ലെങ്കിൽ ലിക്വിഡിറ്റി റേഷ്യോസ് ആണ്. അതുപോലെ തന്നെ ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന? ഒരു കമ്പനീസിന്റെ എബിലിറ്റി, എന്തിനുള്ള എബിലിറ്റിയാണ്? ടു കൺവേർട്ട് ഇറ്റ്സ് ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻ വിത്ത് ഷോർട്ട് ടൈം അസറ്റ്. അവരുടെ ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻ അതിനെ ഷോർട്ട് ടൈം അസറ്റ് ആയിട്ട് അവർക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു കമ്പനീസിന്റെ എബിലിറ്റി ആണ്, അല്ലെങ്കിൽ ഒരു മെഷർമെന്റ് ആണ്. അങ്ങനെയുള്ള ലിക്വിഡിറ്റി റേഷ്യോസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കറണ്ട് റേഷ്യോസ് എന്ന് പറയുന്നത്. അപ്പൊ കറണ്ട് റേഷ്യോസ് കാണുന്ന ഇക്വേഷൻ എന്തായിരിക്കും? കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റി ആണ് വരുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ ആയിരിക്കും കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ ഓപ്ഷൻ കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റി. കറക്റ്റ് ആൻസർ വരുന്നത് ഏതായിരിക്കും? കറണ്ട് അസറ്റ്. അതായത് നമ്മൾ കാണുന്നത് എങ്ങനെയാ? കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റി എന്ന് പറഞ്ഞ ഇക്വേഷൻസ് വേണം ഇവിടെ യൂസ് ചെയ്യാൻ, കറണ്ട് റേഷ്യോസ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റി. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ക്യാഷ് കൺവേർഷൻ സൈക്കിള്? CCC, ക്യാഷ് കൺവേർഷൻ സൈക്കിളിന്റെ പർപ്പസ് എന്താണ്? ഒന്നാമത് പറഞ്ഞത് ടു മെഷർ ദ കമ്പനീസ് എബിലിറ്റി ടു ക്യാഷ് ഇൻ ടു പ്രോഫിറ്റ്. ക്യാഷിനെ പ്രോഫിറ്റ് ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള കമ്പനീസിന്റെ എബിലിറ്റി ആണ് ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ടു മെഷർ ദ കമ്പനീസ് എബിലിറ്റി ടു ജനറേറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേഷനിൽ നിന്ന് ജനറേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി. അടുത്ത് ടു മെഷേഴ്സ് കമ്പനീസ് എബിലിറ്റി ടു കൺവേർട്ട് ഇൻവെന്ററി ഇൻ ടു ക്യാഷ്, ഇൻവെന്ററി ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള എബിലിറ്റി. അടുത്ത് ടു മെഷേഴ്സ് എ കമ്പനീസ് എബിലിറ്റി ടു മാനേജ് ഇറ്റ്സ് ഷോർട്ട് ടൈം ലിക്വിഡിറ്റി നീഡ്സിനെ മാനേജ് ചെയ്യാനുള്ള ഫംഗ്ഷൻ എബിലിറ്റി.
അപ്പൊ എന്താണ് ഈ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. എന്താണ് ഈ CCA ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ? ഇവിടെ നിന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് ഡേയ്സ് ദാറ്റ് എ ബിസിനസ് എൻറ്റിറ്റി ടു കൺവേർട്ട്സ് ഇറ്റ്സ് ഇൻപുട്ട് റിസോഴ്സസ് ടു ലിക്വിഡ് ക്യാഷ്. അതായത് ഒരു കമ്പനീസിന്റെ കയ്യിലുള്ള ഇൻപുട്ട് റിസോഴ്സസിനെ അവർക്ക് എന്താക്കി കൺവേർട്ട് ചെയ്യണം? ലിക്വിഡ് ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ആ കമ്പനി എടുക്കുന്ന നമ്പർ ഓഫ് ഡേയ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് പറയും. അപ്പൊ എന്താ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എ ഫേം വിച്ച് ഈസ് റിക്വയർഡ് ടു കൺവേർട്ട്, അല്ലെങ്കിൽ എ ഫേം വിച്ച് ഈസ് നീഡഡ് ടു ദ നമ്പർ ഓഫ് ഡേയ്സ് വിച്ച് ഈസ് കൺവേർട്ടഡ് ദെയർ ഇൻപുട്ട് റിസോഴ്സസ് ടു ലിക്വിഡ് ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാൻ ആ ഫേം എടുക്കുന്ന നമ്പർ ഓഫ് ഡേയ്സിനെയാണ് നമ്മൾ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഇവരുടെ ബേസിക് എയിം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി അവർ എന്ത് ചെയ്യണം? ദ കമ്പനി ടു സെൽ ഇറ്റ്സ് ഇൻവെന്ററീസ് വിൽക്കണം, റിസീവബിൾസ് കളക്ട് ചെയ്യണം, ബിൽസുകളൊക്കെ പേ ഓഫ് ചെയ്യണം. എന്തില്ലാതെ, വിത്തൗട്ട് പെനാലിറ്റി ഒന്നും ഇല്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കണം. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് എന്താണ്? ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ഈസ് ഈക്വൽ DIO എന്ന് പറഞ്ഞതാണ് ഡേയ്സ് ഇൻവെന്ററി ഔട്ട്സ്റ്റാൻഡിങ് പ്ലസ് DPO ഡേയ്സ് പേയബിൾ ഔട്ട്സ്റ്റാൻഡിങ്, നെഗറ്റീവ് ആയി ഡിനോട്ടഡ് ഇൻ നെഗറ്റീവ് എന്നാ പറഞ്ഞിട്ടുണ്ട്. ദെൻ DSO ഡേയ്സ് എന്ന് പറയുന്നത്. എന്താ DSO ഡേയ്സ് എന്ന് പറഞ്ഞാൽ സെയിൽസ് ഔട്ട്സ്റ്റാൻഡിങ്. ഈ ഒരു ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ക്യാഷ് കൺവേർഷൻ സൈക്കിൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? ഒന്ന് ഡേയ്സ് ഇൻവെന്ററി ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ കൂടെ ഏത് കൂട്ടണം? ഡേയ്സ് പേയബിൾ ഔട്ട്സ്റ്റാൻഡിങ്. ദെൻ അതിന്റെ കൂടെ ഏത് കൂട്ടണം? സെയിൽസ് ഔട്ട്സ്റ്റാൻഡിങ്ങിൽ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ക്യാഷ് കൺവേർഷൻ സൈക്കിൾ CCA നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ക്യാഷ് കൺവേർഷൻ സൈക്കിളിന്റെ പർപ്പസ് എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്തോ ക്യാഷ് കൺവേർഷൻ സൈക്കിളിന്റെ പർപ്പസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് ഡേയ്സ്, ഒരു കമ്പനി എടുക്കുന്ന നമ്പർ ഓഫ് ഡേയ്സ് ആണ്. എന്തിനെ എന്താക്കി കൺവേർട്ട് ചെയ്യാനാ? ഇൻപുട്ട് റിസോഴ്സസിനെ ലിക്വിഡ് ക്യാഷ് ഫ്ലോ ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി കമ്പനി എടുക്കുന്ന നമ്പർ ഓഫ് ഡേയ്സ്, അതാണ് എന്തെന്ന് പറയുന്നത്? ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ നോക്കിയേ, ടു മെഷർ ദ കമ്പനീസ് എബിലിറ്റി ടു കൺവേർട്ട് ക്യാഷ് ഇൻറ്റു പ്രോഫിറ്റ്. ക്യാഷിനെ പ്രോഫിറ്റ് ആക്കുന്നതാണോ CC എന്ന് പറയുന്നത്? അല്ല. അപ്പൊ ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നതാണ് ടു മെഷർ എ കമ്പനീസ് എബിലിറ്റി ടു ജനറേറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ. ജനറേറ്റ് എന്നാണ് പറയുന്നത്, ക്യാഷ് ഓപ്പറേഷൻ ജനറേറ്റ് ചെയ്യുന്നു, അതും അല്ല. പിന്നെ എന്താണ്? ടു മെഷർ എ കമ്പനീസ് എബിലിറ്റി ടു കൺവേർട്ട് ഇൻവെന്ററി ഇൻറ്റു ക്യാഷ്. ഇൻവെന്ററീസിനെ എന്താക്കി മാറ്റുകയാണ്? ക്യാഷ് ആക്കി മാറ്റുകയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻപുട്ട് റിസോഴ്സസിനെയാണ് അവർ എന്താക്കി മാറ്റുന്നത്? ക്യാഷ് ആക്കി മാറ്റുന്നത്. അപ്പൊ ആ ഇൻപുട്ട് റിസോഴ്സസിനെ ക്യാഷ് ആക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടു സെൽ ഓഫ് ഇറ്റ്സ് ഇൻവെന്ററീസ്, കളക്ട് ഇറ്റ് റിസീവബിൾ ആൻഡ് പേ ഓഫ് ഇറ്റ്സ് ബില്ല്. അപ്പൊ ഇൻവെന്ററി എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഇൻപുട്ട് റിസോഴ്സ് ആണ്. അതിനെ അവർ എന്താക്കി മാറ്റുന്നു? ക്യാഷ് ആക്കി മാറ്റുന്നു. ആ ഒരു പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത്? ക്യാഷ് കൺവേർഷൻ സൈക്കിൾ. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നതാണ് കമ്പനീസിന്റെ എബിലിറ്റി ആണ് എന്ത് മാനേജ് ചെയ്യാനുള്ളത്? ഷോർട്ട് ടൈം ലിക്വിഡിറ്റി നീഡ്സ് മാനേജ് ചെയ്യാൻ. അത് ഷോർട്ട് ടൈം, അത് നമുക്ക് കൺഫ്യൂസിങ് വരും. ഷോർട്ട് ടൈം ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഡൗട്ട് വരും. അതിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ഇൻപുട്ട് റിസോഴ്സസ് കൺവേർട്ടഡ് ടു ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പം 12ന്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ടു മെഷേഴ്സ് എ കമ്പനീസ് എബിലിറ്റി ടു കൺവേർട്ട് ഇൻവെന്ററീസ് ഇൻറ്റു ക്യാഷ്. ഏതാണ് വരുന്നത്? 12ന്റെ കറക്റ്റ് ആൻസർ സി ആണ് വരുന്നത്. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. അണ്ടർ ഡാഷ് ടെക്നിക്സ് ഓഫ് ഇൻവെന്ററി കൺട്രോള് inventory items are classified based on their annual usage value in monetary terms. ഇത് ഏത് ഭാഗത്തു നിന്ന് വന്നേക്കുന്നതാണ്? ഓപ്ഷൻ കാണുമ്പോഴേ നമുക്കറിയാം ഏത് ഭാഗത്ത്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഭാഗത്തു നിന്ന് വന്നേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നതാണ് വെഡ് അനാലിസിസ്, ഓപ്ഷൻ ബി ഗോൾഡ് അനാലിസിസ്, ഓപ്ഷൻ സി HML അനാലിസിസ് ആൻഡ് ഓപ്ഷൻ ഡി ABC അനാലിസിസ്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഏത് ഇൻവെന്ററി ടെക്നിക്സ് യൂസ് ചെയ്താണ് ഇൻവെന്ററി ഐറ്റത്തെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? അതായത് അതിന്റെ ആനുവൽ യൂസേജ് വാല്യൂ, മോണിറ്ററി ടേംസിലെ ആനുവൽ യൂസേജ് വാല്യൂസിന്റെ ബേസിസിൽ ഇൻവെന്ററീസിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞിട്ടുള്ള 4 ഓപ്ഷനകത്ത് ഏത് ടെക്നിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്?
നമുക്ക് ഇവിടുന്ന് വെച്ച് തന്നെ നമുക്ക് 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള കുറച്ച് പിന്നെ ഇൻവെന്ററി ടെക്നിക്സുകൾ നമുക്കറിയാം. ഏതൊക്കെയാണ്? വെഡ് അനാലിസിസ് നമ്മൾ കേട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ABC അനാലിസിസ്, അതുപോലെ JIT ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഗോൾഡ് അനാലിസിസും HML അനാലിസിസും നമ്മൾ ഇതുവരെ കേട്ടിട്ടുമില്ല, അതിൻ്റെ അല്ല ഒരു ടെക്നിക്സും അല്ല. അതുകൊണ്ട് നമുക്ക് മേ ബി അതിനെ 2 എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. നമുക്ക് എന്നാലും ഓരോ ഓപ്ഷൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഒന്നാമത് നോക്കിയേ, വെഡ് അനാലിസിസ്. അതിന്റെ ഓരോന്നിന്റെ ഫുൾ ഫോം അറിയാമല്ലോ. വി സ്റ്റാൻഡ് ഫോർ എന്താണ്? വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ. അതാണ് വെഡ് അനാലിസിസിന്റെ ഫുൾ ഫോം എന്ന് പറയും. ഇത് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ഈ ഇൻവെന്ററീസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഏതിന്റെ ബേസിസിലായിരിക്കും? ബേസ്ഡ് ഓൺ ദെയർ ക്രിട്ടിക്കാലിറ്റി ടു ഓപ്പറേഷന്റെ ബേസിസിൽ ഇൻവെന്ററീസിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെഡ് അനാലിസിസ് എന്ന് പറയും. ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രീസിലാണ്. മാനുഫാക്ചറിങ്, ഹെൽത്ത് കെയർ, ഇവിടെയൊക്കെയാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? വെഡ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവൈലബിലിറ്റി ഓഫ് ക്രിട്ടിക്കൽ ഐറ്റംസ് ആൻഡ് മിനിമൈസ് ഓപ്പറേഷണൽ ഇറേഴ്സിനെ നമ്മൾ മിനിമൈസ് ചെയ്തുകൊണ്ട് ഐറ്റത്തെ നമ്മൾ ക്രിട്ടിക്കൽ അല്ലെ ക്രിട്ടിക്കാലിറ്റി എന്നതിന്റെ ബേസിസിൽ ഐറ്റത്തെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കൽ അനാലിസിസ് ആണ്, ടെക്നിക്സ് ആണ്. ഇൻവെന്ററിക്കകത്ത് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് എന്തെന്ന് പറയുന്നത്? വെഡ് അനാലിസിസ് എന്ന് പറയും. ഓപ്ഷൻ ബി പറഞ്ഞ ഗോൾഡ് അനാലിസിസ് ആണ്. ഈ ഗോൾഡ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്തല്ല, ഒരു സ്റ്റാൻഡേർഡ് ഇൻവെന്ററി കൺട്രോൾ ടെക്നിക്സ് അല്ല. ഏതെന്ന് പറയുന്നത് വെഡ് അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ കോൺസെപ്റ്റിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് കോൺസെപ്റ്റിൽ നമ്മൾ എങ്ങും ഒരു യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റേ അല്ല ഏതെന്ന് പറയുന്നത് ഗോൾഡ് അനാലിസിസ് എന്ന് പറയും. പിന്നെ ഓപ്ഷൻ ബി പറഞ്ഞേക്കുന്നത് HML അനാലിസിസ് ആണ്. HML അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ, മീഡിയം, ലോ എന്നാണ് അതിന്റെ ഫുൾ ഫോം ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അവർ ഇൻവെന്ററീസിനെ ക്ലാസിഫൈ ചെയ്യുന്ന ഏതിന്റെ ബേസിസിലായിരിക്കും? ദർ യൂണിറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ പ്രൈസ് പെർ കോസ്റ്റിലാണ് അവർ ഫോളോ ചെയ്യുന്ന, ഒരിക്കലും ആനുവൽ യൂസേജിന്റെ ബേസിസിലല്ല. ഹൈ ആണെങ്കിൽ ഐറ്റത്തിന് എന്തുണ്ട്? ഹൈ യൂണിറ്റ് കോസ്റ്റ് ഉണ്ട്. മീഡിയം ആണെങ്കിൽ ഐറ്റത്തിന് മീഡിയം അല്ലെങ്കിൽ മോഡറേറ്റ് യൂണിറ്റ് കോസ്റ്റ് ആയിരിക്കും വരുന്നത്. ലോ ആണെങ്കിൽ ഐറ്റത്തിന് ലോ യൂണിറ്റ് കോസ്റ്റ് എന്നുള്ള രീതിയിലാണ് HML അനാലിസിസ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്ന ഏതിന്റെ ബേസിസിലായിരിക്കും? അവരുടെ യൂണിറ്റ് കോസ്റ്റിന്റെ ബേസിസിലാണ്. ആ യൂണിറ്റിനെയാണ് നമ്മൾ ഹൈ, മോഡറേറ്റ് അല്ലെങ്കിൽ മീഡിയം, ലോ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്നത്. ലാസ്റ്റ് ഓപ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ABC അനാലിസിസ്. ABC അനാലിസിസ് അറിയാമായിരിക്കുമല്ലോ. ഓൾവേസ് ബെറ്റർ കൺട്രോൾ എന്നാണ് എൻ്റെ ഫുൾ ഫോം ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇൻവെന്ററീസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഓൺ ദെയർ എക്കണോമിക് വാല്യൂസ് ആൻഡ് ഇമ്പോർട്ടൻസ് ടു ബിസിനസ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇവിടെ 3 എണ്ണമാണ് വരുന്നത്. ഒന്ന് എ എന്ന് പറയുന്നത് ഹൈ വാല്യൂം, ലോ വോളിയം. ബി എന്ന് പറഞ്ഞാൽ മീഡിയം വാല്യൂസും മീഡിയം വോളിയം. സി എന്ന് പറഞ്ഞാൽ ലോ വാല്യൂസും ഹൈ വോളിയം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നത്? അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ABC അനാലിസിസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ബേസ്ഡ് ഓൺ ദെയർ എക്കണോമിക് വാല്യൂസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എ ബിസിനസ്. ബിസിനസിന്റെ ഇമ്പോർട്ടൻസും അവരുടെ മോണിറ്ററി വാല്യൂസ്, എക്കണോമിക് വാല്യൂസിന്റെയും ബേസിസിൽ ഇൻവെന്ററീസിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ABC അനാലിസിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ഇൻവെന്ററി ഐറ്റംസ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദർ ആനുവൽ യൂസേജ് വാല്യൂ ഇൻ മോണിറ്ററി ടേംസ്. അതായത് എക്കണോമിക് വാല്യൂസിന്റെ ബേസിസിലും അവരുടെ ഇമ്പോർട്ടൻസിന്റെ ബേസിസിലും വരുവാണ് പറഞ്ഞിരിക്കുന്നത്. വെഡ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ നോക്കേണ്ടത് ക്രിട്ടിക്കലിന്റെ ഫാക്ടേഴ്സിന്റെ ബേസിസിലായിരിക്കും അവിടെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ വെഡ് അനാലിസിസ് അല്ല. ഗോൾഡ് അനാലിസിസ് എന്ന് പറയുന്നത് എന്തല്ല, ഒരു തരത്തിലുള്ള ഇൻവെന്ററി കൺട്രോൾ ടെക്നിക്സും അല്ലെന്ന് പഠിച്ചു. അപ്പൊ അതുമല്ല. ഓപ്ഷൻ സി HML അനാലിസിസ് ആണ് ഹൈ, മോഡറേറ്റ്, ലോ. അവിടെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ഏതിന്റെ ബേസിസിലായിരിക്കും? യൂണിറ്റ് ഓഫ് കോസ്റ്റിന്റെ ബേസിസിലായിരിക്കും. പ്രൈസ് പെർ കോസ്റ്റിന്റെ ബേസിസിലായിരിക്കും നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. എന്നാൽ ABC അനാലിസിസ് എന്ന് പറഞ്ഞാൽ മോണിറ്ററി വാല്യൂ, എക്കണോമിക് വാല്യൂസിന്റെ ബേസിസിലും അതിന്റെ ഇമ്പോർട്ടൻസിന്റെ ബേസിസിലുമാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 13ന്റെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ABC അനാലിസിസ്. ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി എന്തെന്ന് പറയുന്നത്? ABC അനാലിസിസ്. Then 14th question നോക്കിയേ. The process of recording actual time spent by a worker on various job during his period of attendance in a factory.
കൺഫ്യൂസിങ് ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. ഈ ഏരിയാസിൽ നിന്ന് ഒത്തിരി എക്സാമിന് കൊമേഴ്സ് ഓറിയന്റഡ് ആയിട്ട് വരുന്ന ഒത്തിരി എക്സാമിന് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആക്ച്വൽ ടൈം സ്പെൻഡ് ബൈ എ വർക്കർ ഓൺ വേരിയസ് ജോബ്. ഓരോ ജോബിലും അവർ സ്പെൻഡ് ചെയ്യുന്ന ആക്ച്വൽ വർക്ക് റെക്കോർഡ് ചെയ്യുന്ന ആ പ്രോസസ്സിന് അവരുടെ അറ്റൻഡൻസിന്റെ ബേസിസിൽ ഓരോ വർക്കിലും അവർ ആ ഓർഗനൈസേഷനിൽ സ്പെൻഡ് ചെയ്യുന്ന ആക്ച്വൽ ടൈം അതിന്റെ ബേസിസിന് ഇത് റെക്കോർഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ടൈം കീപ്പിംഗ്, ഓപ്ഷൻ ബി ടൈം ബുക്കിംഗ്, ഓപ്ഷൻ സി മസ്റ്ററിംഗ് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. ഇത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റൻ ആണ്. അപ്പൊ നമുക്ക് ഓരോന്നും എന്താന്ന് നോക്കാം. എന്താണ് ഈ ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ? ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ദ റെക്കോർഡിംഗ് എ വർക്കേഴ്സ് അറ്റൻഡൻസ് ഇൻ എ ഫാക്ടറി. ഒരു ഫാക്ടറിയിലുള്ള വർക്കേഴ്സിന്റെ അറ്റൻഡൻസ് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് വർക്കേഴ്സിന്റെ അറൈവലും ഡിസ്പാച്ചറും റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് ആണ് എന്ന് പറഞ്ഞാൽ ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? ദാറ്റ് ഈസ് ടോട്ടൽ ടൈം ദേ ആർ സ്പെൻഡ്. ആ ഓർഗനൈസേഷനിൽ അവർ മൊത്തം എത്ര ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അതാണ് അറൈവലും ഡിസ്പാച്ചറും എന്നുള്ളത് റെക്കോർഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി ക്ലോക്ക് ഇന്നും ക്ലോക്ക് ഔട്ട് ടൈം, നമ്മൾ പഞ്ചിങ് പോകുന്ന നേരത്ത് കയറുമ്പോൾ പഞ്ച് ചെയ്യുന്നു, ഇറങ്ങുമ്പോൾ പഞ്ച് ചെയ്യുന്നു, അതൊക്കെയാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇവിടെ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ എന്താണ് മെഷർ ചെയ്യുന്നത്? വർക്കേഴ്സിന്റെ പ്രസന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാക്ക് ചെയ്യുന്നത്. വർക്കേഴ്സ് ആർ പ്രസന്റ്. വർക്കേഴ്സിന്റെ പ്രസന്റ് അവരുടെ പ്രസൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. കാൽക്കുലേറ്റ് വേജസ് ബേസ്ഡ് ഓൺ അവേഴ്സ് വർക്ക്ഡ്. അവർ വർക്ക് ചെയ്തിട്ടുള്ള അവേഴ്സിന്റെ ബേസിസിൽ വേജസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആൻഡ് എൻഷുവർ കംപ്ലയൻസസ് വിത്ത് ലേബർ പോളിസീസ്, കറക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ട്രാക്ക് ചെയ്യുക എന്നൊരു ലക്ഷ്യമാണ് ഏതിനകത്തുള്ളത്? ഈ ടൈം കീപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനകത്തുള്ളത്. ഇവരോട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ആ വർക്കറിന്റെ അറ്റൻഡൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ടോട്ടൽ അറ്റൻഡൻസ് ടൈം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരാള് എന്താണ് രാവിലെ 10 മണിക്ക് കയറി, അയാൾ വൈകിട്ട് 5 മണിക്ക് ഇറങ്ങി, 10 തൊട്ട് 5 വരെയുള്ള അയാളുടെ പ്രസന്റ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അയാൾ എത്ര ടൈം അല്ലെങ്കിൽ എത്ര എന്താണ് ടോട്ടൽ അറ്റൻഡൻസ് ടൈം ആണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? ഏതുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്നത്? ടൈം കീപ്പിംഗ് കൊണ്ട് റെക്കോർഡ് ചെയ്യുന്നത്. എന്തല്ല, നോട്ട് സ്പെസിഫിക് ടാസ്ക് പെർഫോംഡ്. അവർ എത്ര ടാസ്ക് പെർഫോം ചെയ്തു എന്നല്ല നോക്കുന്നത്, പകരം എന്താണ് അവരുടെ അറ്റൻഡൻസ് ടൈം, അവരുടെ അറൈവലും ഡിസ്പാച്ചർ ടൈമും ആണ് നമ്മളിവിടെ ഏതുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്നത്? ടൈം കീപ്പിംഗ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിയേ. ഒരു വർക്കർ ക്ലോക്ക് ഇൻ അറ്റ് 8 AM. അയാൾ 8 AM അയാൾ ജോയിൻ ചെയ്തു, പഞ്ച് ചെയ്തു, ക്ലോക്കിൻ ചെയ്തു. ആൻഡ് ക്ലോക്ക് ഔട്ട് 4 PM. അയാൾ 4 PM അയാൾ ക്ലോക്ക് ഔട്ട് ചെയ്തു, മീൻസ് പഞ്ച് ചെയ്ത് പുറത്തു വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ മൊത്തം വർക്ക് ചെയ്ത 8 മണിക്കൂർ 8 hours ഓഫ് അറ്റൻഡൻസ് ആണ് അവിടെ എന്ത് ചെയ്തേക്കുന്നത്? റെക്കോർഡ് ചെയ്തേക്കുന്നത്. അല്ലാതെ അയാൾ ആ 8 മണിക്കൂർ എത്ര പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, അയാൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ പോയി വർക്ക് ചെയ്തു എന്നല്ല നോക്കുന്നത്, പകരം അയാൾ ആ ഓർഗനൈസേഷനിൽ സ്പെൻഡ് ചെയ്ത ടൈം, അയാളുടെ അറ്റൻഡൻസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. അയാളുടെ അറൈവലും ഡിസ്പാച്ചറും റെക്കോർഡ് ചെയ്യുവാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത്. കൺഫ്യൂസിങ് ആവരുത്, ടൈം കീപ്പിങ്ങും ടൈം ബുക്കിങ്ങും. ഇനി അടുത്ത എന്താണ്? ടൈം ബുക്കിംഗ്. എന്താ ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ? ദ ആക്ച്വൽ ടൈം recording the actual time spent by the worker on a specific job, task or process during their period of attendance in a factory. അതായത് അയാൾ 8 മണിക്ക് കയറി അയാൾ വൈകിട്ട് 4 മണിക്ക് ഇറങ്ങി. ആ 8 തൊട്ട് 4 വരെ അയാൾ എൻഗേജ് ചെയ്തിട്ടുള്ള ജോബ് അല്ലെ ടാസ്ക്, അയാളുടെ പ്രോസസ്സിന് വേണ്ടി അയാൾ ആ കമ്പനിയിൽ മൊത്തം എത്ര ടൈം സ്പെൻഡ് ചെയ്തു എന്ന് റെക്കോർഡ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് ടൈം ബുക്കിംഗ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ നോക്കിയാൽ, ഒരു ഫാക്ടറിയിൽ എ വർക്കർ സ്പെൻഡ് 3 hours ഓൺ ജോബ് എ എന്ന് പറയുന്ന വർക്ക്, അത് അസംബ്ലിംഗ് ഓഫ് എ പ്രോഡക്റ്റ്. ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുക, പ്രോഡക്റ്റിന്റെ അസംബ്ലിങ്ങിന് വേണ്ടി ഒരു വർക്കർ ആ ഫാക്ടറിയിൽ 3 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. ദെൻ ആ പ്രോഡക്റ്റിന്റെ പാക്കേജിങ്ങിന് വേണ്ടി അയാൾ 4 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. അപ്പം 3 മണിക്കൂർ 4 മണിക്കൂർ അയാൾ ഓരോരോ സെക്ഷനിൽ അയാൾ വർക്കിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടൈം ബുക്കിങ്ങിനകത്ത് റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? 3 and 4 hours സെപ്പറേറ്റ് ആയിട്ട് അയാൾ ആ ഓർഗനൈസേഷൻ അത് പല ജോബ് ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്തു എന്നായിരിക്കും എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത്. അയാളുടെ വർക്കിന്റെ ടൈം ആയിരിക്കും അയാൾ എന്ത് ചെയ്യുന്നത്? അവിടെ റെക്കോർഡ് ചെയ്യുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ടൈം ബുക്കിംഗ് എന്ന് പറയുന്നത്.
ഇനി അടുത്ത എന്താണ് മസ്റ്ററിങ്. മസ്റ്ററിങ് നമുക്ക് നോർമലായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള വാക്കാണ് മസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് ടു വെരിഫൈ ദർ പ്രസൻസ്, അവരുടെ പ്രസൻസ് വെരിഫൈ ചെയ്യുന്നതിനെയാണ് മസ്റ്ററിങ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്തോ പറഞ്ഞിരിക്കുന്നത്, എ സൂപ്പർവൈസർ കോൾ ദ വർക്കേഴ്സ് ടു മസ്റ്റർ അറ്റ് ദ പോയിന്റ് 7 AM ടു കൺഫേം ഹു ഈസ് പ്രസന്റ് ബിഫോർ അസൈനിങ് ദ ടാസ്ക്. ടാസ്ക് അസൈൻ ചെയ്യുന്നതിന് മുമ്പ് അയാൾ അവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി, ഉണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി സൂപ്പർവൈസേഴ്സ് എന്ത് അയാളുടെ മസ്റ്ററിങ് എടുക്കും. ഒന്നേ പിന്നെ അയാളുടെ ഐ ആയിരിക്കും നോക്കുന്നത്, അല്ലെങ്കിൽ അയാളുടെ ഫിംഗേഴ്സ് തമ്പ് ഇംപ്രഷൻ ആയിരിക്കും അയാൾ ഫോളോ ചെയ്യുന്നത്. അതാണ് മെസ്റ്ററിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എംപ്ലോയീസ് അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ പ്രസൻസ് ആണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് സമ്മപ്പ് ചെയ്ത് പറഞ്ഞാൽ ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അവർ ട്രാക്ക് ചെയ്യുന്നത്? അവരുടെ അറ്റൻഡൻസ് ആണ് ട്രാക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവരുടെ പ്രസൻസ് ആണ്, അവർ ആ കമ്പനിയിൽ വന്നു പോയിടം വരെയുള്ള അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ള ടൈം അല്ലെങ്കിൽ അറ്റൻഡൻസ് ആണ് ഏതുകൊണ്ട് മാർക്ക് ചെയ്തേക്കുന്നത്? ടൈം കീപ്പിംഗ് കൊണ്ട് ഫോളോ ചെയ്യുന്നത്. ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ജോബോ അല്ലെങ്കിൽ ടാസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോസസ്സോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അയാൾ മൊത്തവും സ്പെൻഡ് ചെയ്തിട്ടുള്ള ടൈമാണ് ട്രാക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടൈം ബുക്കിങ്ങിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ദെൻ മസ്റ്ററിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ പ്രസൻസ് വെരിഫൈ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? മസ്റ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏതാ കറക്റ്റ് ആൻസർ എന്നുള്ളത് നോക്കി. ക്വസ്റ്റ്യൻ എന്താണ്? ദ ആക്ച്വൽ ടൈം, നോക്കിക്കോണം, ആക്ച്വൽ ടൈം ശ്രദ്ധിച്ചോണം, സ്പെൻഡ് ബൈ ദ വർക്കേഴ്സ് ഓൺ എ വേരിയസ് ജോബ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് അറ്റൻഡൻസ്. അറ്റൻഡൻസിന്റെ ടൈമിൽ ഒരു ജോബ് കംപ്ലീറ്റ്, വേരിയസ് ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വർക്കർ ആ കമ്പനിയിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള ടൈം എന്ന് പറയുന്നുണ്ട്. ജോബിന്റെ കാര്യവും എടുത്തു പറയുന്നുണ്ട്. അത് ഏതാണ്? അത് ടൈം ബുക്കിംഗ് ആണ്. ഇനി അറ്റൻഡൻസ് മാത്രമാണ് ട്രാക്ക് ചെയ്യുന്നത്, ജോബിന്റെ കാര്യം ഒന്നും നോക്കുന്നില്ല, അറ്റൻഡൻസ് മാത്രമാണ് ട്രാക്ക് ചെയ്യുന്നതെങ്കിൽ അതെന്താണ്? ടൈം കീപ്പിംഗ് ആണ്. അറ്റൻഡൻസും ട്രാക്ക് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ ജോബിന്റെ കോൺസെപ്റ്റ് വെച്ചിട്ട് അയാൾ സ്പെസിഫിക് ടാസ്ക് അല്ലെങ്കിൽ ജോബ് അല്ലെങ്കിൽ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര ടൈം അലോട്ട് എടുത്തു, അതാണ് ഇതിന് ടൈം ബുക്കിംഗ് എന്ന് പറയുന്നത്. മറ്റേ മസ്റ്ററിംഗ് ഫിസിക്കൽ പ്രസൻസ് ആണ് അവിടെ നമ്മൾ നോക്കുന്നത്. കറക്റ്റ് ആൻസർ ഏതാണ്? 14ന്റെ കറക്റ്റ് ആൻസർ ടൈം ബുക്കിംഗ് ആണ് വരുന്നത്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി. ഏത്? ടൈം ബുക്കിംഗ്. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. The time lost in the normal course of activities is known as. അതായത് ഒരു നോർമൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമ്മൾ ലോസ് ചെയ്യുന്ന ടൈം, നോർമൽ കോഴ്സ് ഓഫ് ആക്ടിവിറ്റീസിൽ ലോസ് ചെയ്യുന്ന ടൈമിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ നോർമൽ ഐഡിയൽ ടൈം, ഓപ്ഷൻ ബി അബ്നോർമൽ ഐഡിയൽ ടൈം, ഓപ്ഷൻ സി അബ്നോർമൽ ലോസ്, ഓപ്ഷൻ ഡി നോർമൽ ലോസ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ അത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളോട് ടൈം ലോസ്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷനകത്ത് വരുന്നതും ആ ഒരു ഓപ്ഷൻസ് വേണം വരാന്. ലോസ്, അബ്നോർമൽ ലോസ് നോർമൽ ലോസും അല്ല. ടൈം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. ഞാൻ നമുക്ക് ആ 4 ഓപ്ഷൻസ് ഒന്നുകൂടെ നോക്കാം. എന്താണ് ഈ നോർമൽ ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ? ഈ നോർമൽ ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ ടൈം ലോസ്റ്റ് ഡ്യൂറിങ് നോർമൽ കോഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഡ്യൂ ടു അൺഅവോയ്ഡബിൾ ഫാക്ടേഴ്സ്. നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഫാക്ടേഴ്സ് മൂലം നോർമൽ പ്രൊഡക്ഷനിനകത്ത് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാം. നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല, ഫാക്ടർ വന്ന് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടൈം ലോസ്റ്റ് ആയി പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ നോർമൽ ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. ഒരു മെഷീൻസ് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വെയിറ്റിംഗ് ഫോർ എ മെറ്റീരിയലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, ഷോർട്ട് ബ്രേക്ക് ഒക്കെ എടുക്കുക, ഇത് നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതല്ല, അൺഅവോയ്ഡബിൾ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ നോർമൽ ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ അൺഅവോയ്ഡബിൾ ഫാക്ടേഴ്സ് മൂലം ടൈം സ്പെൻഡ് ടൈം ലോസ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോർമൽ ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇസ് ആൻ എക്സ്പെക്റ്റഡ് പാർട്ട് ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ് ആണ്. ഇൻക്ലൂഡ് ഇൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനകത്തായിരിക്കും നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത്? ഏതാ നോർമൽ ഐഡിയൽ ടൈം എന്നുള്ളത് എവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി അബ്നോർമൽ ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റേത് നോർമൽ ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ അൺഅവോയ്ഡബിൾ ഫാക്ടേഴ്സ് മൂലം നമ്മുടെ പ്രൊഡക്ഷൻ കോൺസെപ്റ്റിനകത്ത് ടൈം നഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിലാണ് നോർമൽ ഐഡിയൽ ടൈം എന്ന് പറയും. ഇനി അബ്നോർമൽ ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? അവോയ്ഡബിൾ ഫാക്ടേഴ്സ് മൂലം ടൈം നഷ്ടപ്പെടുകയാണ്. അതായത്
എക്യുപ്മെന്റ്സ് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ്, പവർ ഷോർട്ടേജ് വരിക, പുവർ പ്ലാനിങ്, അതൊക്കെ അവോയ്ഡബിൾ ഫാക്ടേഴ്സ് ആണ്. അവോയ്ഡബിൾ ഫാക്ടേഴ്സ് മൂലം ഓർഗനൈസേഷന്റെ ടൈം ലോസ്റ്റ് ആവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അബ്നോർമൽ ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. ഇത് ദീസ് ലോസസ് ക്യാൻ ബി പ്രിവെന്റഡ്. ആർക്ക് പ്രിവെന്റ് ചെയ്യാം? ഒരു പ്രോപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റ് പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ലോസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. ഇതൊരു നോർമൽ ഓപ്പറേഷൻ മൂലം വരുന്ന ഒരു ആക്ടിവിറ്റീസ് അല്ല. നോർമൽ കോഴ്സ് ഓഫ് ആക്ടിവിറ്റീസ് മൂലം ടൈം നഷ്ടപ്പെടുന്നതല്ല ഏതെന്ന് പറയുന്നത് നോർമൽ ഐഡിയൽ ടൈം. നമുക്ക് പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്ത് അതിനെ ഓവർകം ചെയ്യാവുന്നതേ ഉള്ളൂ. then ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത് എന്താണ്? അബ്നോർമൽ ലോസ്. അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ലോസസ് ആണ്. എന്ന് വെച്ചാൽ ആക്സിഡന്റ്, നെഗ്ലിജൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രിവെന്റബിൾ കോസസ് മൂലം ഉണ്ടാവുന്ന അൺഎക്സ്പെക്റ്റഡ് ലോസസിനെയാണ് നമ്മൾ അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. ദെൻ നോർമൽ ലോസ് എന്ന് പറയുന്നതായിരിക്കും എക്സ്പെക്റ്റഡ് ലോസ് ആണ്. എക്സ്പെക്റ്റഡ് ലോസ് ആണ്. അതുപോലെ തന്നെ അൺഅവോയ്ഡബിൾ ലോസസ് വരുവാണെന്നുണ്ടെങ്കിൽ, അതായത് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്താ ലോസ് സംഭവിക്കുക, ശ്രിങ്കേജ് ചുരുങ്ങിപ്പോവുക, അങ്ങനെയൊക്കെ വരുന്ന എക്സ്പെക്റ്റഡും അതുപോലെ അൺഅവോയ്ഡബിൾ ആയിട്ട് വരുന്ന ലോസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. ഈ പിന്നെന്താണ് കെമിക്കൽ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നീരാവി ഇവാപറേറ്റ് ചെയ്ത് പോവുക, മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് വേസ്റ്റുകൾ വരിക, സ്ക്രാപ്പുകൾ വരിക, ഇതൊക്കെ ഏതിന് എക്സാമ്പിൾ ആണ്? ഈ അബ്നോർമൽ ലോസിന് എക്സാമ്പിൾസ് ആണ്. അബ്നോർമൽ ലോസും നോർമൽ ലോസും എന്തുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? മെറ്റീരിയൽ അല്ലെങ്കിൽ ഔട്ട്പുട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ലോസ് ആണ്. ഒരിക്കലും അത് എന്തുമായി ബന്ധപ്പെട്ട് വരുന്ന ലോസ് അല്ല, ടൈമുമായി ബന്ധപ്പെട്ട് വരുന്ന ലോസുകളല്ല. ടൈമുമായി ബന്ധപ്പെട്ട് വരുന്ന ലോസുകൾ ഏതൊക്കെയാണ്? നോർമൽ ഐഡിയൽ ടൈമും അബ്നോർമൽ ഐഡിയൽ ടൈമും ആണ്. അതായത് മെറ്റീരിയൽ അല്ലെങ്കിൽ ഔട്ട്പുട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ലോസുകൾ ഏതൊക്കെയാണ്? അത് നോർമൽ ലോസും അബ്നോർമൽ ലോസും ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ടൈമുമായി ബന്ധപ്പെട്ട് വരുന്ന ലോസ് ആണ് ചോദിച്ചേക്കുന്നത്. ടൈം എന്ന് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, മെറ്റീരിയൽ എന്നും ഔട്ട്പുട്ട് എന്നും പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാം? സിയും ഡിയും നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഇനി ഈ രണ്ടെണ്ണത്തിനകത്ത് ഏതാണെന്ന് നോക്കേണ്ടത്. നോർമൽ ഐഡിയൽ ടൈമും ഉണ്ട്, അബ്നോർമൽ ഐഡിയൽ ടൈമും ഉണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നോർമൽ കോഴ്സ് ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നുണ്ട്. അതായത് നോർമൽ കോഴ്സ് ഓഫ് ആക്ടിവിറ്റീസ് മൂലം നമുക്ക് ടൈം നഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരെന്താണെന്ന് ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട്. അബ്നോർമൽ ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് ഒരിക്കലും എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല? ഒരു നോർമൽ ഓപ്പറേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ബെറ്റർ ആയിട്ടുള്ള മാനേജ്മെന്റ് പ്രോസസ്സ് അല്ലെങ്കിൽ ബെറ്റർ മാനേജ്മെന്റ് പ്ലാനിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അബ്നോർമൽ ഐഡിയൽ ടൈമിനെ ഓവർകം ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് എ നോർമൽ ഓപ്പറേഷൻ. ഇത് എന്തല്ല? നോർമൽ ഓപ്പറേഷൻ അല്ല. എന്നാൽ നോർമൽ ടൈം ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നോർമൽ പ്രോസസ് ആണ്. അതുപോലെ തന്നെ ഇതെങ്ങനെ അൺഅവോയ്ഡബിൾ ഫാക്ടേഴ്സ് മൂലം നമ്മുടെ നോർമൽ ആക്ടിവിറ്റിയിലെ ടൈം നഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോർമൽ ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ നോർമൽ ആക്ടിവിറ്റി അല്ല, ഇവിടെ നോർമൽ ആക്ടിവിറ്റിനെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് വരുന്നത്. 15ന്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, നോർമൽ ഐഡിയൽ ടൈം. ഏതാണ് വരുന്നത് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ, നോർമൽ ഐഡിയൽ ടൈം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, 16ാമത്തെ ക്വസ്റ്റ്യന്. BEP ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ്. ഒക്വേഴ്സ് അറ്റ് ദ ഇന്റർസെക്ഷൻ ഓഫ്, അതായത് ബ്രേക്ക് ഈവൻ പോയിന്റ് വരുന്നത് ഏതിന്റെയൊക്കെ ഇന്റർസെക്ഷനിലാണ് വരുന്നത്? ഒന്ന് ടോട്ടൽ കോസ്റ്റ് ലൈനും സെയിൽസ് ലൈനും, രണ്ട് ഫിക്സഡ് കോസ്റ്റ് ലൈനും വേരിയബിൾ കോസ്റ്റ് ലൈനും, മൂന്ന് പറഞ്ഞിരിക്കുന്നത് ഫിക്സഡ് കോസ്റ്റ് ലൈനും സെയിൽസ് ലൈനും, അടുത്ത ഡി പറഞ്ഞിരിക്കുന്നത് വേരിയബിൾ കോസ്റ്റ് ലൈനും സെയിൽസ് ലൈൻ. അപ്പൊ എന്താണ് ഈ ബ്രേക്ക് ഈവൻ പോയിന്റ്? ബ്രേക്ക് ഈവൻ പോയിന്റ് വരാനുള്ള കാരണങ്ങൾ എന്താണ് നമുക്ക് അറിഞ്ഞിട്ടുണ്ടാകുക. ഇതാണ് എന്തെന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ്. അറിയാലോ, എയ്തർ ലോസ് എയ്തർ പ്രോഫിറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. പ്രോഫിറ്റും ലോസും വരുന്നുണ്ട്. ആ സെന്ററിൽ ഉണ്ടാവുന്ന അതിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഏതൊക്കെ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോഴാണ് വരുന്നത്? ടോട്ടൽ റവന്യൂ TRഉം ടോട്ടൽ കോസ്റ്റ് TCയും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് ഈവൻ അല്ലെങ്കിൽ BEP, ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയാം. അപ്പൊ ഏതൊക്കെയാണ്? ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂവും തമ്മിലുള്ള ഇന്റർസെക്ഷൻ ആണ്. അപ്പൊ എന്താണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ടോട്ടൽ കോസ്റ്റും അതുപോലെ തന്നെ ടോട്ടൽ റവന്യൂവും തമ്മിലുള്ള ഇന്റർസെക്ഷൻ ആണ്. അപ്പൊ ടോട്ടൽ കോസ്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ ടോട്ടൽ കോസ്റ്റും സെയിൽസ് ലൈനും തന്നേക്കുന്നത്. ഇവിടെ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. നമുക്ക് ഏത് വേണം? ടോട്ടൽ കോസ്റ്റും വേണം,
അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റും വേണം, ടോട്ടൽ റവന്യൂവും വേണം. അപ്പം ബി അല്ല. ഫിക്സഡ് കോസ്റ്റും സെയിൽസ് ലൈനും നമുക്ക് എന്തായാലും ഏതാ വേണ്ടത്? ടോട്ടൽ കോസ്റ്റ്. ഇവിടെ ഫിക്സഡ്, അതും എലിമിനേറ്റ് ചെയ്യാം. വേരിയബിൾ കോസ്റ്റും സെയിൽസ് ലൈനും അതും എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ മുമ്പിലുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂ അല്ലേ വേണ്ടത്, ഇവിടെ സെയിൽസ് അല്ലേ എന്ന്. ഈ ടോട്ടൽ റവന്യൂവിന്റെ ഇത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? സെയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഓപ്ഷനകത്ത് ടോട്ടൽ റവന്യൂ എന്നായിരിക്കത്തില്ല കാണുന്നത്, ചിലപ്പോൾ സെയിൽസ് എന്നായിരിക്കും കാണിക്കുന്നത്. അപ്പം എന്താണ്? ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂ അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റും സെയിൽസും തമ്മിലുള്ള ഇന്റർസെക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്? 16ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ടോട്ടൽ കോസ്റ്റ് ലൈൻ ആൻഡ് സെയിൽസ് ലൈൻ. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് കോസ്റ്റ് കൺട്രോൾ? കോസ്റ്റ് റിഡക്ഷനും കോസ്റ്റ് കൺട്രോളും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കോസ്റ്റ് റിഡക്ഷനകത്ത് കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യുന്നു, കോസ്റ്റ് കൺട്രോളിനകത്ത് പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് എന്ത് ചെയ്യുന്നു? അച്ചീവ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ കോസ്റ്റിനെ കുറയ്ക്കുന്നു, റെഡ്യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സി പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് റിഡക്ഷനും കോസ്റ്റ് കൺട്രോളും സെയിം പ്രോസസ് ആണെന്ന് പറയുന്നു. ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് റിഡക്ഷൻസും കോസ്റ്റ് കൺട്രോളും ആർ നോട്ട് റിലേറ്റഡ് ടു ഈച്ച് അതേഴ്സ്, പരസ്പരം ഒരു തരത്തിലുള്ള റിലേഷനും ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് കോസ്റ്റ് റിഡക്ഷൻ, എന്താണ് കോസ്റ്റ് കൺട്രോൾ നമ്മൾ അറിയണം. എന്താ ഈ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ? ഫൈൻഡിങ് ആൻഡ് എലിമിനേറ്റിംഗ് അൺനെസസറി കോസ്റ്റ് ടു ഇംപ്രൂവ് പ്രോഫിറ്റബിലിറ്റി. പ്രോഫിറ്റബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് കറക്റ്റായിട്ട് അക്യൂർ ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമല്ലാത്ത കുറേ എന്ത് കാണും? കോസ്റ്റുകൾ കാണും. ആ കോസ്റ്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്? ടു ഫൈൻഡിങ് ആൻഡ് എലിമിനേറ്റിംഗ് അൺനെസസറി കോസ്റ്റ്. എന്തിനു വേണ്ടിയാ? ഫോർ ഇംപ്രൂവിങ് ദ ഓർഗനൈസേഷന് പ്രോഫിറ്റബിലിറ്റി. ഓർഗനൈസേഷന് പ്രോഫിറ്റബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി. അതിനുവേണ്ടി ഫോക്കസ് ഓൺ പെർമനന്റ്ലി ലോവറിംഗ് ദ യൂണിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻസ് ഫോക്കസ് ചെയ്യുക. ബൈ ഐഡന്റിഫൈ ഇൻഎഫിഷ്യൻസീസ്, ഏതെങ്കിലും ഇൻഎഫിഷ്യൻസീസ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡ്രോബാക്സുകൾ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഇഫക്റ്റീവായിട്ടുള്ള മെത്തേഡ്സുകൾ വേണം എന്ത് ചെയ്യാൻ? ഇംപ്ലിമെന്റ് ചെയ്യാൻ. അതാണ് എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയും. ഇനി കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിയാക്റ്റീവ് അപ്രോച്ചസ് ആണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇൻവോൾവ് മോണിറ്ററിങ്, റെഗുലേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് കോസ്റ്റ്. ഇവിടെ കോസ്റ്റിനെ എന്ത് ചെയ്യുന്നു? മോണിറ്റർ ചെയ്യുന്നു, റെഗുലേറ്റ് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? വിത്തിൻ പ്രീ ഡിറ്റർമൈൻഡ് ബഡ്ജറ്റ് ഓർ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ പ്രീ ഡിറ്റർമൈൻഡ് മെത്തേഡ്സ് അല്ലെങ്കിൽ ബഡ്ജറ്റുകൾ വെച്ചോണ്ട് അല്ലെങ്കിൽ കോസ്റ്റുകൾ വെച്ചോണ്ട് അല്ലെങ്കിൽ ആ ഒരു എലമെന്റ്സ് വെച്ചോണ്ട് നമ്മൾ കോസ്റ്റിനെ എന്ത് ചെയ്യുകയാണ്? മോണിറ്റർ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്? കോസ്റ്റ് കൺട്രോൾ എന്നാണ് പറയുന്നത്. മനസ്സിലായ? കോസ്റ്റ് റിഡക്ഷനും കോസ്റ്റ് കൺട്രോളും. എന്താ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ? അൺനെസസറി ആയിട്ട് വരുന്ന കോസ്റ്റിനെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷന്റെ പ്രോഫിറ്റബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനെയാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീ ഡിറ്റർമൈൻഡ് ഫാക്ടേഴ്സിന്റെ ബേസിസിൽ കോസ്റ്റിനെ എന്ത് ചെയ്യുക? മോണിറ്റർ ചെയ്യുന്നു, അതിനെ എന്ത് ചെയ്യാണ്? ഇവാലുവേറ്റ് ചെയ്യുന്നു, റെഗുലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് കോസ്റ്റ് കൺട്രോൾ റിഡക്ഷനും കോസ്റ്റ് കൺട്രോളും? അത് തമ്മിൽ ഇവര് പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും സെയിം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമ്മൾ മീനിങ് പഠിച്ചപ്പോൾ രണ്ട് സെയിം അല്ലെന്നറിയാം, അത് വേണം എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത്? കോസ്റ്റ് റിഡക്ഷൻ അൺനെസസറി കോസ്റ്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിനെ എലിമിനേറ്റ് ചെയ്യുക, അതാണല്ലോ എന്നിട്ട് എന്ത് ഇംപ്രൂവ് ചെയ്യുക? പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുക. അപ്പൊ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തിനെ കുറയ്ക്കുകയാണ്? നമുക്ക് വേണ്ടാത്ത കോസ്റ്റിനെ കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റെഡ്യൂസിങ് കോസ്റ്റ്, അതെന്താണ്? കോസ്റ്റ് റിഡക്ഷൻ ആണ്. കംപ്ലീറ്റ് ആയില്ല, ഇനി കോസ്റ്റ് കൺട്രോൾ കിടപ്പുണ്ട്. എന്ത് പറയുന്നത്? കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ
പ്രീ ഡിറ്റർമൈൻഡ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രീ ഡിറ്റർമൈൻഡ് ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടി കോസ്റ്റിനെ എന്ത് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ മോണിറ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്താൽ അതെന്താണ്, കോസ്റ്റ് കൺട്രോൾ ആണ്. കോസ്റ്റ് കൺട്രോൾ ഇൻവോൾവ് അച്ചീവിങ് പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ്. പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അച്ചീവ് ചെയ്യുന്നത്. അതിനുവേണ്ടി കോസ്റ്റിനെ മാനേജ് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്താണ്, കോസ്റ്റ് കൺട്രോൾ ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓപ്ഷൻ ബി നോക്കിയേ, കോസ്റ്റ് റിഡക്ഷനകത്ത് കോസ്റ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാനും കോസ്റ്റ് കൺട്രോളിനകത്ത് കോസ്റ്റിനെ കുറയ്ക്കാനുമാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. തിരിച്ചാണെങ്കിൽ അത് കറക്റ്റ് ആയാനേ, പക്ഷെ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഓപ്ഷൻ എ ആണ്. കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത കോസ്റ്റിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് പ്രോഫിറ്റബിലിറ്റിക്ക് വേണ്ടി അതിനെ എലിമിനേറ്റ് ചെയ്യുന്നു. കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് അക്യൂർ ചെയ്യാൻ വേണ്ടി കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു, ബഡ്ജറ്റ് ചെയ്യുന്നു. ഇതൊക്കെ എന്താണ്, കോസ്റ്റ് കൺട്രോൾ ആണ്. ഇപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്, 17ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഏതാണ് വരുന്നത്, കറക്റ്റ് ഓപ്ഷൻ എ. കോസ്റ്റ് റിഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസിങ് കോസ്റ്റും കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അച്ചീവിങ് പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റുമാണ് വരുന്നത്. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ് ഇൻ കറക്റ്റ് സീക്വൻസ്. ഏത് ഭാഗമാണ്, നമ്മുടെ മാനേജ്മെന്റ് എന്ന് പറയുന്ന മൊഡ്യൂളിനകത്തെ നമ്മുടെ നീഡ് ഹൈറാർക്കി തിയറീസ് ഉണ്ട്, മോട്ടിവേഷൻ തിയറീസ് കുറെ ഉണ്ട്. അതിലെ നീഡ് ഹൈറാർക്കി തിയറിക്കകത്തെ, അതായത് മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറിയുടെ കറക്റ്റ് ഓർഡർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഫിസിയോളജിക്കല്, സേഫ്റ്റി, ലവ്, സെൽഫ് എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് ഫിസിയോളജിക്കല്, ലവ്, സേഫ്റ്റി, സെൽഫ് ആക്ച്വലൈസേഷൻ, സെൽഫ് എസ്റ്റീം. ഇതിനടുത്തത് ഫിസിയോളജിക്കല്, ലവ്, സേഫ്റ്റി, സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. അടുത്ത ഡി പറഞ്ഞാൽ നൺ ഓഫ് ദ എബോവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറി എബ്രഹാം വെച്ച് മാസ്ലോ ആണ് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. അദ്ദേഹം ആ നീഡ് ഹൈറാർക്കി തിയറി ഏതിന്റെ ബേസിസിലാണ്, ഒരു ഹ്യൂമൻ ബീങ്സിന്റെ ബേസിക് നീഡ്സ് തൊട്ട് ഹൈ നീഡ്സ് ലെവലിൽ ഒരു പിരമിഡിന്റെ രൂപത്തിലാണ് അദ്ദേഹം അതിനെ എന്ത് ചെയ്തേക്കുന്നത്, അറേഞ്ച് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു. അതിന് 5 നീഡ്സ് ആയിട്ടാണ് അതിനെ അറേഞ്ച് ചെയ്തേക്കുന്നത് നമ്മൾ പഠിച്ചു. ഇനി ആ കറക്റ്റ് ഓർഡറിൽ വേണം അതിനെ അറേഞ്ച് ചെയ്യാനാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പം ഏതാണ് കറക്റ്റ് ഓർഡർ? ഫസ്റ്റ് നീഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നത്, അദ്ദേഹം ബേസിക് നീഡ് ടു ഹൈ നീഡ്. അപ്പൊ ബേസിക് നീഡ്, ഒരു ഹ്യൂമൻ ബീങ്സിന് വേണ്ട ബേസിക് നീഡ് എന്തൊക്കെയാണ്, ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, ക്ലോത്തിങ്, ഇതൊക്കെയാണ് ഹൗസ്, ഇതൊക്കെയാണ് ഒരു ഹ്യൂമൻ ബീങ്സിന് വേണ്ട ബേസിക് നീഡ്. അപ്പൊ ബേസിക് നീഡ്സിനെ നമ്മൾ വേറൊരു പേരിലാണ് പഠിച്ചത്, എന്താണ്, ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്ന പേരിലാണ് പഠിച്ചത്. നമ്മൾ അന്ന് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഫിസിയോളജിക്കൽ നീഡ്സ്. നമ്മുടെ ഓപ്ഷനിൽ നോക്കിക്കോണം, സ്പെല്ലിങ് നോക്കിക്കോണം. PHY ആണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആണ്. നമുക്ക് കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടി ഫിസിയോളജിക്കൽ നീഡ്സ് ഓപ്ഷനിൽ കൊടുക്കും, സൈക്കോളജിക്കൽ നീഡ്സ് ഓപ്ഷനിൽ കൊടുക്കുക. അത് നമുക്ക് കൺഫ്യൂസിങ് ഉണ്ടാക്കും. ഏതാണ് വേണ്ടത്, ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണത്, ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ഫിസിയോളജിക്കൽ നീഡ്സിനകത്ത് എന്തൊക്കെ വരും, എയർ, വാട്ടർ, ഫുഡ്, ഷെൽട്ടർ, സ്ലീപ്പ്, ക്ലോത്തിങ് ആണ് വരുന്നത്. അതാണ് ബേസിക് നീഡ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നീഡ് എന്താണ്, ഫിസിയോളജിക്കൽ നീഡ്സ്. അപ്പൊ ഈ ഫിസിയോളജിക്കൽ നീഡ്സിനകത്ത് എന്തൊക്കെ വരും, നമ്മൾ പറഞ്ഞു എയർ, വാട്ടർ, ഫുഡ് ഒക്കെ വേണം. ഈ എയറും വാട്ടറും ഫുഡും ഒക്കെ, ഈ ഫുഡൊക്കെ നമുക്ക് എന്താണ്, ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്ട് ചെയ്താൽ മതി. സേഫ്റ്റി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് രണ്ടാമത്തെ നീഡ്സ് കിട്ടും, എന്തെന്നുള്ളത്, സേഫ്റ്റി നീഡ്സ് എന്ന് കിട്ടി. അപ്പൊ ഫസ്റ്റ് ഫിസിയോളജിക്കൽ നീഡ്സ്, അതിനകത്ത് ഫുഡും വാട്ടറും എല്ലാം വരുന്നു. ഇതെല്ലാം നമുക്ക് വൃത്തിയായിട്ട് അല്ലെങ്കിൽ സേഫ് ആയിട്ട് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ രണ്ടാമത്തെ നീഡ്സ് എന്താണ്, സേഫ്റ്റി നീഡ്സ് എന്ന് ഓർക്കുക. സേഫ്റ്റി നീഡ്സിനകത്ത് എന്തൊക്കെ നീഡ്സാണ് വേണ്ടത്, നമുക്ക് ഹെൽത്ത് നോക്കണം, പേഴ്സണൽ സെക്യൂരിറ്റി, എംപ്ലോയ്മെന്റ്, റിസോഴ്സസ്, ഇതൊക്കെയാണ് ഏതി വരുന്നത്, സേഫ്റ്റി നീഡ്സ് വരുന്നത്. ദെൻ മൂന്നാമത്തെ നീഡ്സ് എന്താണ്, ലവ് ആൻഡ് ബിലോയിങ്നെസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഫാമിലി മെമ്പേഴ്സും, സെൻസ് ഓഫ് കണക്ഷൻസ്, ഇതൊക്കെയാണ് ലവ് ആൻഡ് ബിലോങ്നെസ്സിനകത്ത് വരുന്നത്. ദെൻ നാലാമത്തെയാണ് എന്തെന്ന് പറയുന്നത്, എസ്റ്റീം നീഡ്സ്, സെൽഫ് എസ്റ്റീം നീഡ്സ് എന്ന് പറയും. അവിടെ റെസ്പെക്ട്, സെൽഫ് എസ്റ്റീം, സ്റ്റാറ്റസ്, റെക്കഗ്നിഷൻസ്, സ്ട്രെങ്ത്, ഫ്രീഡം, ഇതൊക്കെ വരുന്നതാണ് ഏതെന്ന് പറയുന്നത്, എസ്റ്റീം എന്ന് പറയുന്നത്. ലാസ്റ്റ് ആണ് അഞ്ചാമത്തെയാണ് എന്തെന്ന് പറയുന്നത്, സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ഒന്നും ഹെൽപ്പ് ഇല്ലാതെ നമ്മൾ സ്വയം പര്യാപ്തമായ ഒരു സിറ്റുവേഷൻസ്, അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഡിസൈഡ് ടു ബിക്കം ദ മോസ്റ്റ് ദാറ്റ് വൺ ക്യാൻ ബി. നമുക്ക് എന്തും ചെയ്യാം, മറ്റുള്ളവരുടെ ഹെൽപ്പ് ഇല്ല, നമ്മൾ എല്ലാം ചെയ്യാൻ
നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്നൊരു സിറ്റുവേഷനിലേക്ക് വന്നു. അങ്ങനെ 5 രീതിയിലാണ് നമ്മൾ എന്തിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? നീഡ്, മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറി ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? ഫിസിയോളജിക്കൽ നീഡ്സ്. രണ്ടാമത്തെ എന്താണ്? സേഫ്റ്റി. മൂന്നാമത്തെ ലവ്, അല്ലെങ്കിൽ ലവ് ആൻഡ് ബിലോങ്നെസ്, സോഷ്യൽ നീഡ്സ് എന്നൊക്കെ പറയാം നമ്മൾ അതിനെ. ദെൻ സെൽഫ് എസ്റ്റീം നീഡ്സ്. ലാസ്റ്റ് എന്താണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. നമുക്ക് ആ ഓപ്ഷനിലേക്ക് പോവാം. നമ്മൾ ആദ്യം വേണ്ട എന്താണ്? ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ഫിസിയോളജിക്കൽ നീഡ്സ് അല്ലാതെ വരുന്ന എന്തെങ്കിലും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. പറ്റുമല്ലോ. ഏതാണ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബിയുടെ സ്പെല്ലിംഗ് കണ്ടോ? ഫിസിയോളജിക്കൽ എന്നല്ല തന്നേക്കുന്നത്, പകരം എന്താണ്? സൈക്കോളജിക്കൽ എന്നാണ് തന്നേക്കുന്നത്. അതാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് കൺഫ്യൂസിങ് ഉണ്ടാവും എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിനെ ഓപ്ഷൻ ബിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിന്ന് തന്നെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. അതുപോലെ ഓപ്ഷൻ ഡിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ മുമ്പിലുള്ളത് ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും ആണ്. അപ്പൊ ഫിസിയോളജിക്കൽ നീഡ്സിനകത്ത് എന്തൊക്കെയുണ്ട്? നമ്മുടെ ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, എയർ, ക്ലോത്തിങ്, സ്ലീപ്പ്, ഹംഗ്രി, ടേസ്റ്റ്, ഇതെല്ലാം എന്താണ്? നമ്മുടെ ഒരു ഹ്യൂമൻ ബീങ്സിന് വേണ്ട ബേസിക് നീഡ്സ്. അപ്പൊ ഫുഡ് ഉള്ളത് കൊണ്ട് തന്നെ എന്തുമായിട്ട് കണക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ സേഫ്റ്റി എന്ന് പറയുന്ന വാക്ക് കിട്ടും. അപ്പോൾ രണ്ടാമത്തെ വാക്ക് എന്താണ്? സേഫ്റ്റി എന്ന് പറയുന്ന നീഡ്സ്. അപ്പോൾ ഒന്ന് ഫിസിയോളജിക്കൽ നീഡ്സ്, രണ്ടാമത്തെ എന്താണ്? സേഫ്റ്റി നീഡ്സ്. രണ്ടാമത്തെ സേഫ്റ്റി നീഡ്സ് വരുന്നത് ഏതാണ് വരുന്നത്? അത് ഓപ്ഷൻ എ ആണ്. രണ്ടാമത്തെ എന്താണ്? സേഫ്റ്റി. ഇതൊന്ന്, ഇത് രണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലവ് ആണ്. ലവ് എപ്പോഴാണ് വരുന്നത്? മൂന്നാമത്തേനകത്താണ് ലവ്, ബിലോങ്നെസ്, സോഷ്യൽ നീഡ്സ് ഒക്കെ ഏതാണ്? ഈ ലവ് എന്ന് പറയുന്നതിനകത്ത് വരുന്നതാണ്. ദെൻ അടുത്ത് സെൽഫ് എസ്റ്റീം വരും. സെൽഫ് എസ്റ്റീം കഴിഞ്ഞ് ലാസ്റ്റ് വരുന്നത് എന്താണ്? സെൽഫ് ആക്ച്വലൈസേഷൻസ്. അപ്പൊ ഇത്രയും ഓർക്കുക. ഫസ്റ്റും ലാസ്റ്റും നോക്കുക. ഫസ്റ്റ് എന്താണ്? ഫിസിയോളജിക്കൽ നീഡ്സ്. ലാസ്റ്റ് എന്താണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. അത് നമുക്ക് കിട്ടിയാല് നമുക്ക് അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടോ നോക്കണം. ചിലപ്പോൾ നമുക്ക് ആ രണ്ട് കിട്ടിയാൽ നമുക്ക് ആൻസേഴ്സ് കിട്ടണമെന്നില്ല. ഏതൊക്കെ നമുക്ക് വേണം? സേഫ്റ്റിയും ലവും കൂടെ നമുക്ക് വേണം. അപ്പൊ കറക്റ്റ് ഓർഡർ എന്താണ്? ഫിസിയോളജിക്കല്, സേഫ്റ്റി, ലവ്, സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പൊ കറക്റ്റ് ഓർഡർ ഏതാണ്? 18ന്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. ഏതാണ്? ഫിസിയോളജിക്കല്, സേഫ്റ്റി, ലവ്, സെൽഫ് എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻസ്.